ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് LGS പവർ ക്യാപ്സ്യൂളിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ടു നോക്കി ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചെങ്കിൽ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മുമ്പെടുത്ത ക്ലാസ് നിങ്ങൾ മിസ്സാക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഉപകരിക്കും. നമ്മുടെ ഈ പവർ ക്യാപ്സ്യൂളിന്റെ ഒരു ക്ലാസ്സും എന്നല്ല ഒരു പോയിന്റും നിങ്ങൾ മിസ്സാക്കരുത്. ഈ ക്ലാസ്സിൽ പറയുന്ന ഒരു പോയിന്റും നിങ്ങൾ മിസ്സാക്കാതെ തന്നെ പഠിക്കണം. കാരണം ഓരോ പോയിന്റുകളും അത്രയേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളിവിടെ പഠിപ്പിച്ചു വിടുക. നമുക്ക് ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോവാ. ടെൻഷൻ ഒന്നും അടിക്കണ്ട. ക്ലാസ്സിൽ നിന്ന് തന്നെ നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോകാം. അത്ര ടഫ് ഉള്ള കാര്യമൊന്നുമല്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ നിന്ന് തന്നെ സിമ്പിൾ ആക്കിയിട്ട് എല്ലാതും നമുക്ക് ഇവിടുന്ന് തന്നെ പഠിച്ചിട്ട് പോകാം. ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ കൂടെ പറയാം, ഞാൻ നിങ്ങളോടും കൂടെ പറയും. അപ്പൊ നിങ്ങളും കൂടെ പറയാം. റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടിട്ടായാലും നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ എന്തായാലും പഠിച്ചിട്ട് പോകും. ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതൊന്ന് വായിച്ചാലോ. സാധ്യമല്ല, സമയമില്ല, സാഹചര്യമില്ല, പ്രയാസമാണ് തുടങ്ങിയ മുൻവിധികളെല്ലാം ഒഴിവാക്കിയാൽ വിജയത്തിലേക്കുള്ള വഴി എളുപ്പമാകും. അല്ലെ, ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ പ്രശ്നങ്ങൾ. സാധ്യമല്ല എന്നുള്ള തോന്നലും, നമുക്ക് സമയമല്ല, സാഹചര്യം, അതിനൊത്ത സാഹചര്യത്തിലല്ല ഞാൻ ഇപ്പോൾ. ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഇങ്ങനെ പലതും നമ്മൾ വിചാരിച്ചു കൂട്ടുന്നതാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആലോചിച്ചിരിക്കാനൊക്കെ ഉണ്ടാവും. ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവും, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ എന്തിലെങ്കിലും ഒന്നിൽ, ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞു തരട്ടെ. നിങ്ങൾ എന്തിലെങ്കിലും ഒന്നിൽ എൻഗേജ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും ആലോചിച്ചിരിക്കാനുള്ള സമയം പോലും ഉണ്ടാവില്ല. അപ്പൊ സമയം എന്നുള്ളത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. സമയം തന്നെ ഉണ്ടാവുന്നതല്ലോ. നിങ്ങൾക്ക് വേണ്ട സമയം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട സമയം നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കുക. നല്ല പോസിറ്റീവ് എനർജിയോട് കൂടെ തന്നെ എപ്പോഴും പഠിക്കുക. ഈ നെഗറ്റീവുകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി കളയുക. ഇതൊക്കെ നമ്മുടെ അടുത്ത് നമ്മൾക്ക് ഇതൊക്കെ ആലോചിക്കാൻ സമയം കിട്ടുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാനുള്ള പകുതി മൂടും പോകും. അപ്പൊ ഇതൊന്നും ആലോചിക്കാതിരിക്കുക. നമുക്ക് പഠിക്കാൻ ഒരുപാട് സമയം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന സമയത്ത് ഈ പഠനത്തിലേക്ക് കൂടുതലായിട്ട് കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയം തീരെ നിങ്ങൾക്ക് കിട്ടില്ല. പോരാത്തതിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാനും പറ്റും. നമുക്ക് നല്ല ആവശ്യമുള്ള കാര്യങ്ങൾ, ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നല്ല രീതിയിൽ പഠിച്ചു പോകുക. വെറുതെ വാരി വലിച്ച് ഒരുപാട് കാര്യങ്ങൾ വായിക്കല്ല, പഠിച്ച് തന്നെ പോവുക. ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിച്ച് തന്നെ പോവുക. അവിടെ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇവിടെ നിന്ന് തന്നെ എല്ലാം നമ്മൾ പഠിച്ചിട്ട് പോകും. ഇനി നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ടൊക്കെ പോകുക. എപ്പോഴും നല്ല പോസിറ്റീവ് എനർജിയോട് കൂടെ പഠിക്കുക. ഈ ജോലി എന്തായാലും എനിക്ക് കിട്ടും എന്ന വിശ്വാസത്തോട് കൂടെ തന്നെ പഠിക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് നിങ്ങളോട് ഒരു പൂർണ്ണ വിശ്വാസം ഉണ്ടാവണം. എന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്തായാലും നിങ്ങൾ നേടും. ഒരുപാട് ആളുകളുടെ മെസ്സേജ് ഞാൻ കാണുന്നുണ്ട്. സാറേ, ഈ ജോലി എനിക്ക് എന്തായാലും വേണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഈ ആഗ്രഹം, നിങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള നിങ്ങൾ പ്രയത്നിക്കാനുള്ള ഒരു മനസ്സോട് കൂടെയാണ് നിങ്ങൾ ഇറങ്ങി വന്നിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഈ പ്രയത്നം, അതായത് എവിടെ വെച്ചിട്ടും ഇത് നിർത്തരുത്. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു, ഇനി എവിടെ ഒരു ബ്രേക്ക് ഉണ്ടാവരുത്. ഞാൻ പറഞ്ഞു, ഒരു ദിവസം നിങ്ങൾക്ക് 1 മിനിറ്റാണ് ചിലപ്പോൾ കിട്ടുന്നതെങ്കിൽ ആ 1 മിനിറ്റിൽ നിങ്ങൾ എന്തായാലും യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, അപ്പൊ എവിടെയും നിർത്താതെ തന്നെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. ഈ ജോലി എന്തായാലും നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇതൊക്കെ ഈ ജോലി കിട്ടിയാൽ മാറുള്ളൂ. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾക്ക് ഇതൊന്നും ഓർമ്മ പോലും ഇല്ലാതാവും. നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്മളിപ്പോൾ തയ്യാറെടുക്കുന്ന ഈ കമ്പനി ബോർഡ് LGS ജോലി കയറി കഴിഞ്ഞാൽ നിങ്ങളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു പോസിറ്റീവ് എനർജി, അതിൻ്റെതായ ഒരു റെസ്പെക്ട് നമ്മുടെ മനസ്സിലും ഉണ്ടാവും. നമുക്കൊരു റെസ്പെക്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ അങ്ങനെ ചിന്തിക്കുമ്പോൾ പിന്നെ അവിടെ ഈ പ്രയാസങ്ങളും പരിഭവങ്ങളൊക്കെ ആലോചിക്കാനുള്ള സമയം അവിടെ. അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പ്രയാസങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ ആണ്. അപ്പൊ അത് മാത്രം ചിന്തിച്ച് പഠിക്കുക. ഈ പ്രയാസങ്ങളെ പറ്റി ഞാൻ പിന്നെയും ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ പ്രയാസങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. ആ സമയം ഈ ചിന്തിക്കുന്നതിന് പകരം ഞാൻ അതിലേക്ക് സമയം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ ജോലിയിൽ പ്രവേശിക്കും. പിന്നെ എനിക്കിതൊന്നും ആലോചിക്കേണ്ട കാര്യമല്ല. പിന്നെ എനിക്ക് ഈ പ്രയാസങ്ങളൊന്നുമില്ല. അതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഈ ജോലി നേടുന്നത്. പിന്നെ നമ്മുടെ കുടുംബത്തിനും പ്രശ്നങ്ങളില്ല. കുടുംബത്തിന്റെ ഭൂരിഭാഗം പ്രശ്നങ്ങളും ചിലപ്പോൾ ഇതുകൊണ്ട് തീരും. ഓക്കെ, അത് എങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും ഇതുകൊണ്ടൊക്കെ ഇത് ഒരു സൊല്യൂഷനായി കണ്ടിട്ട് ഇതിനു വേണ്ടി പഠിക്കുക. ഇതൊരു ലക്ഷ്യമാക്കുക. ഓക്കെ, ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ ആയിട്ടും ഇതിനെ കാണുക. ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഞാൻ എങ്ങനെ പഠിക്കുന്ന ആലോചിക്കണ്ട. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള ഒരു സൊല്യൂഷനാണ് ഈ ജോലി. അപ്പൊ ഇത് ഞാൻ നേടണം, ഇതെന്റെ ആവശ്യമാണ്. അതെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഞാൻ എന്തായാലും തുടങ്ങിയിട്ടുണ്ട്, ഇനി ഞാൻ നേടിയിട്ടേ നിർത്തൂ. അതെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. എവിടെയും നിർത്തരുത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ പോയിന്റ്സിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? 5 തെങ്ങ് കലാപം പഠിച്ചിരുന്നല്ലേ? എപ്പോഴാണ് 5 തെങ്ങ് കലാപം നടന്നത്? ഓർമ്മയുണ്ടോ? 5 തെങ്ങ് കലാപം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പഠിച്ചിട്ട് പോയതാണ് അല്ലേ? ഓർമ്മ ഉണ്ടല്ലോ? 5 തെങ്ങ് കലാപം നടന്ന വർഷം എപ്പോഴാന്ന് ചോദിച്ചാൽ 1697ലാണ്. 1697ലാണ് 5 തെങ്ങ് കലാപം നടന്നത്. 5 തെങ്ങ് കലാപം നടന്നത് എപ്പോഴാണ്? 1697. 1697ലാണ് 5 തെങ്ങ് കലാപം നടന്നത്. ഇനി 5 തെങ്ങിൽ കോട്ട പണി കഴിപ്പിച്ചത് എപ്പോഴാണ്
എപ്പോഴാന്ന് ചോദിച്ചപ്പോഴാണ് അത് 1695 അല്ലെ. 1695 അഞ്ചുതെങ്ങിൽ കോട്ട പണി കഴിപ്പിച്ചത്. ആരാണ് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുമതി ബ്രിട്ടീഷുകാർക്ക് നൽകിയത്? ആരാണ്? നമ്മൾ പഠിച്ചിരുന്നു ആറ്റിങ്ങൽ റാണി അല്ലെ. ആറ്റിങ്ങൽ ഉമയമ്മ റാണി. ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ ഉമയമ്മ റാണി. ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ ഉമയമ്മ റാണി. എല്ലാവരും കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഓരോന്നും പഠിച്ചു പോകാൻ പറ്റും. അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിച്ച് പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കയറുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ചാനലിൽ കയറിയിട്ട് നമ്മൾ അതിന്റെ മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പൊ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. എല്ലാം കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി കയറും. അപ്പൊ നമുക്ക് ഓരോ പവർ ക്യാപ്സ്യൂളിന്റെ ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ ടെലിഗ്രാം ചാനലിൽ ചെറിയൊരു പോൾ വെക്കുന്നതാണ്. അപ്പൊ പോളൊക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് നിങ്ങൾ തന്നെ ഒന്ന് കണ്ട് തിരിച്ചറിയുക. ഓക്കെ. അപ്പൊ ഇതെന്താണ്? അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷമാണ്. അഞ്ചുതെങ്ങിൽ കോട്ട പണി കഴിപ്പിച്ച വർഷം 1695 അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുമതി നൽകിയത് ആരാണ്? ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ ഉമയമ്മ റാണി. അതെന്താണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. അപ്പൊ ഏതാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം? ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ് അല്ലെ. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 അല്ലെ. 1721 അല്ലേ ആറ്റിങ്ങൽ കലാപം നടന്നത്. അപ്പൊ എന്താണ് ഈ 1723 ഉണ്ടായത്? 1723 എന്നൊരു വർഷം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് എന്താണ്? ഒരു ഉടമ്പടി ഉണ്ട്. ഏതാണ്? വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം ചോദിച്ച 1723 1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്. നമുക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോഴും അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ റിവിഷൻ ചെയ്ത് പഠിച്ചു പോകാം കേട്ടോ. അപ്പൊ നിങ്ങൾക്കും കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. മറന്നു പോയിട്ടില്ല എന്നുള്ള നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും. ഓക്കെ. അപ്പൊ ഇതെന്താണ്? വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷമാണ് 1723. വേണാട് ഉടമ്പടി എങ്ങനെയൊക്കെ ചോദ്യം വരും? ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടി ഏത് എന്നൊരു ചോദ്യം വരും. ഏതാണ്? വേണാട് ഉടമ്പടിയാണ്. അല്ലെങ്കിൽ വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം എപ്പോഴാണ് ചോദ്യം വരും. എപ്പോഴാണ്? 1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്. പിന്നെ ഒരു ചോദ്യം വരും, വേണാട് ഉടമ്പടി ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചത്? ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മ. ഓക്കെ. മാർത്താണ്ഡവർമ്മയും പിന്നെ ആരാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗത്ത് നിന്നും ആരാണ് ഒപ്പുവെച്ചതെന്ന് ചോദിക്കും. ആരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗത്ത് നിന്നും? ഇല്ലേ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ആരാണ് ഒപ്പുവെച്ചത്? അലക്സാണ്ടർ ഓം ആണ്. അലക്സാണ്ടർ ഓം. അപ്പൊ ചോദ്യം വരും കേട്ടോ, ആരൊക്കെ തമ്മിലാണ് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചതെന്ന് ചോദിക്കും. ആരൊക്കെയാണ് ഒപ്പുവെച്ചത്? അലക്സാണ്ടർ ഓമും മാർത്താണ്ഡവർമ്മയും. മാർത്താണ്ഡവർമ്മ എന്ത് പേരിലാണ് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്? അതൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. അല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മ സ്വയം വിശേഷിപ്പിച്ചത് എന്ത് എന്നൊക്കെ ചോദ്യം വരും. എന്താണ് മാർത്താണ്ഡവർമ്മ സ്വയം വിശേഷിപ്പിച്ചത്? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് മാർത്താണ്ഡവർമ്മ കേട്ടോ. അപ്പൊ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാന്ന് ചോദിച്ചത് ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. എന്ത് പേരിലാണ്? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയാണ്. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഏതിൽ? വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. പിന്നെ ആരാണ് ഒപ്പുവെച്ചത്? അലക്സാണ്ടർ ഓമാണ്. അപ്പൊ 1723 വരെ നമ്മൾ പഠിച്ചു. പിന്നെ ഈ 1721 ആറ്റിങ്ങൽ കലാപം, ഈ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ എപ്പോഴും ചോദ്യം വരും. ആരാണ്? ഗിഫോർഡ് ആണ് അല്ലെ. ഗിഫോർഡ് ആണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. എന്തായിരുന്നു? റാണിക്കുള്ള സമ്മാനങ്ങളുമായിട്ട് നടന്നു പോവുകയാണ് അല്ലെ. റാണിക്കുള്ള സമ്മാനങ്ങൾ കൊടുക്കാൻ വേണ്ടി ഇവർ പോവാണ്. അതിനു മുമ്പ് തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കഥയൊക്കെ പറഞ്ഞതാണ്. അതിനു മുമ്പ് തന്നെ ആ നാട്ടുകാർ വാണിംഗ് കൊടുത്തതാണ്. ഇനി റാണിക്കുള്ള പാരിതോഷികങ്ങൾ നിങ്ങൾ കൊണ്ടുപോയി നൽകരുത്, എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാം, ഞങ്ങൾ റാണിക്ക് കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞതാണ്. ഇതൊന്നും വക വെക്കാതെ ബ്രിട്ടീഷുകാർ പിന്നെയും ചെല്ലുകയാണ്. അങ്ങനെ എത്ര ആളുകളാണ്? 140 ആളുകളും കൂടെ ഗിഫോർഡും നേതാവായി. ഗിഫോർഡായിരുന്നു നേതാവ്. അപ്പൊ ടോട്ടൽ 141 ആളുകളാണ് അല്ലെ പോയത്. ഇവരൊക്കെ ആര് വധിക്കുകയാണ്? നാട്ടുകാർ ആക്രമിച്ച് വധിക്കുകയാണ്. എന്നിട്ട് ഇവരുടെ ജഡം വാമനപുരം നദിയിലേക്ക് എറിയാണെന്നും നമ്മൾ പഠിച്ചു. അപ്പൊ അതൊക്കെ പഠിച്ചിട്ട് പോവാ. ഈ പേര് എന്തായാലും പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താണ്? ഗിഫോർഡ് ആണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. പിന്നെ ഒരു എക്സ്ട്രാ പോയിന്റ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ആറ്റിങ്ങൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദ്യം വന്ന അതാരാണ്? 8 വീട്ടിൽ പിള്ളമാരാണ്. 8 വീട്ടിൽ പിള്ളമാർ. ഓക്കെ, 8 വീട്ടിൽ പിള്ളമാരാണ്. ഈ 8 വീട്ടിൽ പിള്ളമാരുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ്? കുളം തോണ്ടുക എന്നുള്ള ശൈലി എങ്ങനെ വന്നു അല്ലെ. കുളം തോണ്ടുക എന്നുള്ള ഒരു ശൈലി എങ്ങനെ വന്നു? കുളം തോണ്ടുക. എന്താണ് കുളം തോണ്ടുക? കാരണം നശിപ്പിച്ച് അല്ലെ, നശിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അത് എങ്ങനെ വന്നു എന്നുള്ള കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമയം കളയുന്നില്ല. കഴിഞ്ഞ ക്ലാസ് കണ്ട നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. കണ്ടവരാവും ഭൂരിഭാഗം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് കാണാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ് നമ്മൾക്ക് പ്ലേലിസ്റ്റ് ഉണ്ട്. കമ്പനി ബോർഡ് LGS പവർ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ ആ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ
ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ പഠിക്കുക. പിന്നെ അവിടെ ഒരു ചോദ്യം വരും, ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് ഭരണാധികാരി. ആറ്റിങ്ങൽ ആദിത്യവർമ്മ എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആദിത്യവർമ്മയാണ് ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് ഭരണാധികാരി. ആരാണ്? ആദിത്യവർമ്മയാണ്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? 2 പഴശ്ശി കലാപങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? പഴശ്ശി കലാപം രണ്ടെണ്ണമായിട്ടാണ് നടന്നത്. 1-ാം പഴശ്ശി കലാപം, 2-ാം പഴശ്ശി കലാപം. അതായത് 2 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. 1-ാം പഴശ്ശി കലാപം നടന്നത് 1793 മുതൽ 97 വരെ. എല്ലാം കിട്ടുന്നുണ്ടല്ലോ അല്ലെ? നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ലേ? 1793 മുതൽ 97 വരെ 1-ാം പഴശ്ശി കലാപം. അപ്പൊ എപ്പോഴാണ് 2-ാം പഴശ്ശി കലാപം നടന്നത്? കിട്ടിയില്ലേ? വർഷം കിട്ടുന്നുണ്ടല്ലോ. എപ്പോഴാണ്? 1800 മുതൽ 1805 വരെ. 1800 മുതൽ 1805 വരെയാണ് 2-ാം പഴശ്ശി കലാപം അല്ലെ? 2-ാം പഴശ്ശി കലാപം. ഈ 1-ാം പഴശ്ശി കലാപത്തിൽ എന്താ ചോദ്യം വരിക? 1-ാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രം ചോദിക്കും. ഏതാണ്? പുരളിമലയാണ് 1-ാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രം. ഏതാണ്? പുരളിമല. അപ്പൊ പുരളിശമ്മൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരാണ്? പഴശ്ശിരാജയാണ് അല്ലെ? പഴശ്ശിരാജയാണ് പുരളിശമ്മൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ പുരളിശമ്മൻ എന്നറിയപ്പെടുന്ന ആരാണ്? പഴശ്ശിരാജ. 1-ാം പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു പുരളിമല. 1-ാം പഴശ്ശി കലാപത്തിന്റെ കാരണം ചോദിച്ചാൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. 2-ാം പഴശ്ശി കലാപത്തിന്റെ കാരണം ചോദിച്ചാലാണ് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഉണ്ടായത്. അപ്പൊ അതും പഠിക്കാം. പിന്നെ 2-ാം പഴശ്ശി കലാപത്തിൽ കുറച്ച് പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 2-ാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ. ഇല്ലേ? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. തലശ്ശേരി സബ് കളക്ടർ. തലയിൽ മുടിയുണ്ട്. മുടി വെട്ടാൻ ആര് വേണം? ബാർബർ വേണം. TH ബാബർ. ബേബർ ആണ്. TH. അപ്പൊ ബാബർ എന്ന് പഠിച്ചു നോക്കാം. TH ബാബർ. ഓക്കെ, TH ബാബർ. തോമസ് ഹാർവേ ബാബർ ആണ് കേട്ടോ. തോമസ് ഹാർവേ ബാബർ ആണ് 2-ാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ. ഇനി 2-ാം പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ ആരായിരുന്നു? ആർത്തർ വെല്ലസ്ലി. ഓക്കെ, ആർത്തർ വെല്ലസ്ലി ആണ് 2-ാം പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് വേറെ 2 പോയിന്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദ്യം വന്നത് ആർത്തർ വെല്ലസ്ലി ആണ്. അതുപോലെ തന്നെ 1815 വാട്ടർലൂ യുദ്ധം കേട്ടിട്ടുണ്ടാവില്ലേ? 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആരെന്ന് ചോദ്യം വന്നാലും ആരാണ്? അതും ആർത്തർ വെല്ലസ്ലി ആണ് അല്ലെ? നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആർത്തർ വെല്ലസ്ലി ആണ്. അത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും. പഴശ്ശി കലാപങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ 2-ാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ചോദ്യം വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. തലക്കൽ ചന്തു ആണ്. തലക്കൽ ചന്തു ആണ് 2-ാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ്. ഓക്കെ, കുറിച്യരുടെ നേതാവ്, പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ്. ഏത്? 2-ാം പഴശ്ശി കലാപ സമയത്ത്. ഞാൻ പറഞ്ഞ ഒരു കൺഫ്യൂസിംഗ് ഫാക്ട് ഉണ്ട്. എന്താണ്? കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത്. കുറിച്യ കലാപം എപ്പോഴാണ് നടന്നത്? 1812ലാണ് കുറിച്യ കലാപം നടന്നത്. കുറിച്യ കലാപത്തിന്റെ നേതാവ് അല്ലെങ്കിൽ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു ചോദ്യം വന്ന ആരാണ്? രാമൻ നമ്പി അല്ലെങ്കിൽ രാമനമ്പിയാണ് കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത്. 2-ാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലക്കൽ ചന്തു. അപ്പൊ പഴശ്ശി കലാപം ഏകദേശം ക്ലിയർ ആയി. ആരാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് ആരെന്നൊക്കെ ചോദ്യം വന്ന ആരാണ്? അത് സർദാർ KM പണിക്കരാണ്. കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത്. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എപ്പോഴും ചോദ്യം വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പഴശ്ശി സമരങ്ങൾ ആരാണ്? KKN കുറുപ്പ്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് KKN കുറുപ്പാണ്. അപ്പൊ അതൊക്കെ ക്ലിയർ ആയി. പിന്നെ വിറ്റാമിൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ? ഏതാണ് രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ? ഏതാണ്? വിറ്റാമിൻ സി ആണ് അല്ലെ? വിറ്റാമിൻ സി. എങ്ങനെയാണ് വിറ്റാമിൻ സി നഷ്ടമാകുന്നത്? ചൂടാക്കുന്നതിലൂടെയും മൂത്രത്തിലൂടെയും നഷ്ടമാകുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി അല്ലെ? പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? സൺഷൈൻ വിറ്റാമിൻ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? സൺഷൈൻ വിറ്റാമിൻ, സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി ആണെന്നും നമ്മൾ പഠിച്ചു. ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന രോഗമാണ്? സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? നാവികരുടെ പ്ലേഗ് ഏതാണ്? സ്കർവിയാണ്. നാവികരുടെ പ്ലേഗ്. അപ്പൊ ഏതാണ് ഈ നാവികരുടെ പ്ലേഗ്? സ്കർവി. ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലമാണ് ഈ സ്കർവി രോഗം ഉണ്ടാവുന്നത്? വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലമാണ് കേട്ടോ, വിറ്റാമിൻ സിയുടെ. പിന്നെ സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ B2 ആണ്. വിറ്റാമിൻ B3യുടെ രാസനാമം എന്താണ്? 3 ഇങ്ങനെ നായാണെന്നൊക്കെ നമ്മൾ പഠിച്ചു, കോഡൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിയാസിൻ അല്ലെ? നിയാസിൻ. വിറ്റാമിൻ B3യുടെ രാസനാമം നിയാസിൻ. വിറ്റാമിൻ എയുടെ രാസനാമം കണ്ണിലാണ്. കണ്ണിന് ആവശ്യമായ വിറ്റാമിൻ ആണ് A ഫോർ അന്ധൻ ആലോചിക്കാൻ ഞാൻ
ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കണ്ണിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ. കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന. വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ എന്നാണ്. അപ്പൊ വിറ്റാമിൻസിനെ പറ്റിയിട്ടൊക്കെ ഇമ്പോർട്ടന്റ് ആയത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ഏതാണ്? വിറ്റാമിൻ ഇ ആണ്. രക്തം കട്ട പിടിക്കാൻ K4 കട്ട പിടിക്കൽ. അപ്പൊ വിറ്റാമിൻ കെ അല്ലേ വരിക? K4 കട്ട പിടിക്കൽ. അപ്പൊ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാന്നൊക്കെ ചോദിച്ചാൽ വിറ്റാമിൻ കെ ആണ്. എല്ലാവരും ഒന്ന് പഠിച്ചിട്ട് പോകാട്ടോ. നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ റിവിഷൻ ഒക്കെ ചെയ്തപ്പോൾ ഏകദേശം ഒന്നും മനസ്സിലായില്ല. എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായില്ല. അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിച്ച് ഇടക്കിടക്ക് ഇങ്ങനെ റിവിഷൻ ഒക്കെ ചെയ്തു പോവാ. അപ്പൊ നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഭരണഘടനാ നിർമ്മാണ സമിതി അല്ലെ? ഭരണഘടനാ നിർമ്മാണ സമിതി നമുക്ക് പഠിക്കണം. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സമിതി എപ്പോഴാണ് രൂപീകൃതമായത്? ഭരണഘടന നിർമ്മിക്കണമെങ്കിൽ അതിനൊരു നിർമ്മാണ സമിതി വേണ്ടേ? ഒരു നിർമ്മാണ സഭ വേണ്ടേ? അവരല്ലേ ഭരണഘടന രൂപീകരിച്ചത്. ഓക്കെ, അപ്പൊ ഈ ഭരണഘടനാ നിർമ്മാണ സഭ എപ്പോഴാണ് രൂപീകൃതമായത്? 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ, ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായി. എപ്പോഴാണ്? 1946 ഡിസംബർ 6 ഡിസംബർ 6 അത് രൂപീകൃതമാവുകയാണ് ചെയ്തത്. ആദ്യ സമ്മേളനം അല്ല. ആദ്യ സമ്മേളനം എപ്പോഴാന്ന് ചോദിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരു സംഘടന രൂപീകരിക്കണം. അപ്പൊ ആദ്യം കുറച്ച് ആൾക്കാർ അങ്ങനെ വിളിച്ചിങ്ങനെ രൂപീകരിക്കണം. ആദ്യം ഒരു സംഘടന രൂപീകരിച്ചു. അതിനുശേഷം അന്നാണ് ചിലപ്പോൾ പറയാ നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു മീറ്റിംഗ് വെക്കണം കേട്ടോ പറയാ. അപ്പൊ ആദ്യ സമ്മേളനം നടന്നത് ഡിസംബർ 9 ഇത് കണ്ടോ, ഡിസംബർ 9 ആദ്യ സമ്മേളനം നടന്നത്. ഫസ്റ്റ് തന്നെ ഡിസംബർ 6 സംഘടന രൂപീകരിച്ചോ ഇന്ന് മീറ്റിംഗ് ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം നമ്മൾ പറയാണ് നമുക്ക് ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കാം, ഇത്ര ആൾക്കാർ ഇപ്പൊ നമ്മുടെ അടുത്തുണ്ട്, കുറച്ച് ആൾക്കാരും കൂടെ വരാണ്ട്, അപ്പൊ ഡിസംബർ 9 സമ്മേളനം ഉണ്ട്, നമുക്ക് അറിയിക്കാന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ഡിസംബർ 6 എന്താണ്? സംഘടന രൂപീകരിക്കുകയാണ്. അങ്ങനെ ഡിസംബർ 9 ആദ്യ സമ്മേളനം നടന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരു സംഘടന രൂപീകരിച്ചപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അന്ന് അവിടെ അധ്യക്ഷൻ ആരാവും? പെട്ടെന്ന് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അധ്യക്ഷൻ ആരാവും? അവിടെ ഏറ്റവും പ്രായം കൂടിയത് ആർക്കാണോ, അവിടെ ഏറ്റവും മുതിർന്ന വ്യക്തി ആരാണോ അവരെയാണ് നമ്മൾ അന്ന് പിടിച്ച അധ്യക്ഷനാക്കുക. അപ്പോ ഇവിടെ ആരാണ് ഏറ്റവും മുതിർന്ന വ്യക്തി? ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. അപ്പൊ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ആദ്യ താൽക്കാലിക അധ്യക്ഷൻ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഓക്കെ, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ അവിടെ ഉണ്ടാവുമല്ലോ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ആദ്യ ഡിസംബർ 9 ആദ്യ താൽക്കാലിക അധ്യക്ഷൻ. തൽക്കാലം ഒരു മീറ്റിംഗ് നടത്തുകയാണ്. ആദ്യ ഒരു സമ്മേളനം താൽക്കാലികമായിട്ട് നടത്തുകയാണ്. അപ്പൊ ആദ്യ താൽക്കാലിക അധ്യക്ഷനാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഓക്കെ, അപ്പൊ അതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ, എന്ത് പറഞ്ഞു? ആദ്യം എന്ത് രൂപീകരിക്കണം? അതായത് ഭരണഘടനാ നിർമ്മാണ സമിതി ആദ്യം രൂപീകരിക്കണം. എപ്പോഴാണ് രൂപീകരിച്ചത്? ഡിസംബർ 6 സംഭവം രൂപീകരിച്ചു. അന്ന് രൂപീകരിക്കുക മാത്രമാണ് ചെയ്തത്. അന്ന് തന്നെ അങ്ങോട്ട് സമ്മേളനം കൂടിയിട്ടില്ല. അപ്പൊ ആദ്യ സമ്മേളനം നടന്നത് നമ്മൾ പറയണം. ഇപ്പൊ സംഘടന രൂപീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം 2 ദിവസം കഴിയട്ടെ, നമുക്ക് എന്നിട്ടൊരു മീറ്റിംഗ് വെക്കണം, എല്ലാവരെയും വിളിച്ചു ചേർത്ത് നമുക്കൊരു മീറ്റിംഗ് വെക്കണം. അപ്പൊ ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാണ്? ഡിസംബർ 9 ഡിസംബർ 9 ആദ്യ സമ്മേളനം നടന്നത്. ഈ ആദ്യ സമ്മേളനത്തിൽ എത്ര ആളുകൾ പങ്കെടുത്തു എന്നറിയോ? 207 ആളുകളാണ്. 207 എന്തിനാ ഞാൻ അങ്ങനെ വിട്ട് എഴുതിയെന്ന് അറിയോ? 2 + 0 + 7 എത്രയാണ്? = 9 അപ്പൊ ചോദ്യം വന്ന കൺഫ്യൂഷൻ വരരുത്. ഇത് കണ്ടോ, ഡിസംബർ 9. ഓക്കെ, അപ്പൊ ഡിസംബർ 9 ആദ്യ സമ്മേളനം നടന്നത് എന്നറിയാം. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം 2 + 7 അല്ലെങ്കിൽ 2 + 0 + 7 എത്രയാണ്? 9 അപ്പൊ കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ 207 ആളുകളാണ് പങ്കെടുത്തത്. ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹയാണ്. ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? സച്ചിദാനന്ദ സിൻഹ. ഇനി പറയും ഭരണഘടനാ നിർമ്മാണ സമിതി എപ്പോഴാണ് രൂപീകൃതമായത്? ചോദ്യം ശ്രദ്ധിക്കണം. രൂപീകൃതമായത് ഡിസംബർ 6 ആദ്യ സമ്മേളനം നടന്നത് ഡിസംബർ 9 രൂപീകൃതമായത് എപ്പോഴാണ്? ഡിസംബർ 6 ആദ്യ സമ്മേളനം നടന്നത് ഡിസംബർ 9 ഓക്കെ, ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായത്. അപ്പൊ അതും പഠിച്ചു വെക്കാം കേട്ടോ. ക്യാബിനറ്റ് മിഷൻ ഒന്ന് പഠിച്ചു വെക്കണം. ഒന്ന്, ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച പ്രധാനമന്ത്രി അല്ലെങ്കിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലമന്റ് ആറ്റ്ലി ആണ്. ക്ലമന്റ് ആറ്റ്ലി ആണ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് ക്ലമന്റ് ആറ്റ്ലി ആണ് കേട്ടോ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി. ഇദ്ദേഹമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാലും ക്ലമന്റ് ആറ്റ്ലി ആണ്. പിന്നെ നമുക്ക് ചോദ്യം വരും, ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെ? അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളിൽ പെടാത്തത് ആരാണ്? പെത്വിക് ലോറൻസ്, എ.വി. അലക്സാണ്ടർ, സർ സ്റ്റെഫോർഡ് ക്രിപ്സ്. ഈ 3 അല്ലാത്ത ആരുണ്ടോ അവരൊന്നും അതിൽ പെടുന്നവരല്ല. അപ്പൊ ആരൊക്കെയാണ് അതിലുള്ളത്? ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പെത്വിക് ലോറൻസ്, എ.വി. അലക്സാണ്ടർ, സർ സ്റ്റെഫോർഡ് ക്രിപ്സ്. പെത്വിക് ലോറൻസ്, എ.വി. അലക്സാണ്ടർ, സർ സ്റ്റെഫോർഡ് ക്രിപ്സ്. ക്യാബിനറ്റ് മിഷനിലെ 3 അംഗങ്ങളാണ് പെത്വിക് ലോറൻസ്, എ.വി. അലക്സാണ്ടർ, സർ സ്റ്റെഫോർഡ് ക്രിപ്സ്. പെത്വിക് ലോറൻസ്, എ.വി. അലക്സാണ്ടർ, സർ സ്റ്റെഫോർഡ് ക്രിപ്സ്. പെത്വിക് ലോറൻസ്, എ.വി. അലക്സാണ്ടർ,
സർ സ്റ്റെഫോർഡ് ക്രിപ്സ്. അങ്ങനെ 3 അംഗങ്ങളാണ്. 3 എണ്ണം എവിടേക്ക് എന്തൊക്കെ വരുന്നുണ്ടോ, അങ്ങനെ 3 എണ്ണം കാണുന്നതൊക്കെ പഠിച്ചോ. ഇതുമായി പെടാത്തതായിരുന്നൊക്കെ ചോദ്യം വരും. അപ്പൊ 3 എണ്ണം ഒക്കെ എപ്പോഴും കാണാണ്ട് പഠിക്കണം എന്തൊക്കെ ഉണ്ടെങ്കിലും. ഓക്കെ, അപ്പൊ പെറ്റ്വിക് ലോറൻസ്, എ.വി. അലക്സാണ്ടർ, സർ സ്റ്റെഫോർഡ് ക്രിപ്സ്. ക്ലെമന്റ് ആറ്റ്ലിയാണ് ഇന്ത്യയിലേക്ക് അയച്ചത് അല്ലെ. ഇന്ത്യയിലേക്ക് അയച്ചത് ക്ലെമന്റ് ആറ്റ്ലിയാണ്. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പെറ്റ്വിക് ലോറൻസ്, എ.വി. അലക്സാണ്ടർ, സർ സ്റ്റെഫോർഡ് ക്രിപ്സ്. അപ്പൊ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായത്. എന്നാണ് രൂപീകൃതമായത്? ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായത് അല്ലെ. പിന്നെ ഡിസംബർ 9 ആദ്യ സമ്മേളനം നടന്നു. ആദ്യ സമ്മേളനത്തിൽ 207 ആളുകൾ പങ്കെടുത്തു. ആദ്യ സമ്മേളനത്തിലെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഓക്കെ, ഇനി ഡിസംബർ 11 എന്താണ് ഉണ്ടായത്? സച്ചിദാനന്ദ സിൻഹ മാറി സ്ഥിര അധ്യക്ഷനായിട്ട് രാജേന്ദ്ര പ്രസാദ് വന്നു. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആദ്യ അധ്യക്ഷൻ എന്ന് ചോദ്യം വന്ന, ആദ്യ സ്ഥിര അധ്യക്ഷൻ എന്ന് ചോദ്യം വന്ന അത് രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദ്യം വരും. താൽക്കാലികമായിട്ട് ആരാണ് വെക്കുക? അവിടെ വന്ധ്യവയോധികൻ അല്ലെ. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സച്ചിദാനന്ദ സിൻഹയാണ്. അപ്പൊ അദ്ദേഹത്തെ തന്നെ പിടിച്ചിട്ടാണ് ആദ്യം താൽക്കാലിക അധ്യക്ഷനാക്കുന്നത്. ഏറ്റവും മുതിർന്ന വ്യക്തിയാണ് ആര്? സച്ചിദാനന്ദ സിൻഹ. അപ്പൊ അദ്ദേഹത്തെയാണ് ആദ്യം താൽക്കാലിക അധ്യക്ഷനാക്കുന്നത്. ആദ്യ സ്ഥിര അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇപ്പൊ ഡേറ്റുകൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു? രൂപീകൃതമായത് എപ്പോഴാണ്? ഡിസംബർ 6 നമ്മൾ പഠിച്ചു. ഡിസംബർ 6 രൂപീകൃതമായി. പിന്നെ ഡിസംബർ 9 എന്താണ്? ഡിസംബർ 9 ആദ്യ സമ്മേളനം നടന്നു. എത്ര ആളുകൾ പങ്കെടുത്തു? 207 ആളുകൾ പങ്കെടുത്തു. അതിൽ ഓപ്ഷൻ വരും 209 ആളുകൾ പങ്കെടുത്തു എന്ന് പറഞ്ഞത് തെറ്റാണ്. 207 ആളുകളാണ് പങ്കെടുത്തത്. 207 ആളുകളാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഓക്കെ, ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. പിന്നെ സച്ചിദാനന്ദ സിൻഹ മാറിയത് എപ്പോഴാണ് ചോദ്യം വന്ന? ഡിസംബർ 11. ഡിസംബർ 11 സച്ചിദാനന്ദ സിൻഹ മാറി ആരായി? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയി സ്ഥിര അധ്യക്ഷൻ. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആദ്യ സ്ഥിര അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇനി ഡിസംബർ 13 പ്രധാനപ്പെട്ട അടുത്ത ദിവസമാണ്. നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു എന്ന് കൊടുത്തിട്ടുണ്ട്. ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതെന്ന് ചോദ്യം വന്ന നെഹ്റു ആണ് കേട്ടോ. നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. എന്താണ് ലക്ഷ്യപ്രമേയം? ഈ ലക്ഷ്യപ്രമേയം പിന്നീട് എന്തായി മാറി? ഭരണഘടനയുടെ ആമുഖമായി മാറി അല്ലെ. അപ്പൊ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാന്ന് ചോദിച്ചാലും ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ചോദ്യം വരും, നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്ന്? എപ്പോഴാണ്? 1946. കൂളായിട്ടൊന്ന് പഠിച്ചു നോക്കുക. 1946 ഡിസംബർ 13. ഓക്കെ, ഓരോ ഡേറ്റും നമ്മൾ പഠിച്ചല്ലോ. ഡിസംബർ 6 എന്ത് ചെയ്തു? രൂപീകരിച്ചു. ഡിസംബർ 9 ആദ്യ സമ്മേളനം നടന്നു. 11 താൽക്കാലിക അധ്യക്ഷൻ മാറി സ്ഥിര അധ്യക്ഷനായി. 13 എന്താണ് ഉണ്ടായത്? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ആരാണ് അവതരിപ്പിച്ചതെന്ന് ചോദ്യം വന്ന ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതാണ് ഡിസംബർ 13. അടുത്ത വർഷം, അതായത് 1947 ജനുവരി 22 ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്. ഇത്രയും ഡേറ്റ് ഇവിടെ നിന്ന് പഠിച്ചു വെക്കോ. ഇത്ര ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്, ഒന്നും വിട്ടുകളയരുത്. നമുക്കൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു പോവാം. അതായത് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായത് എപ്പോഴാന്ന് ചോദിച്ചാൽ എപ്പോഴാണ്? 1946 ഡിസംബർ 6 അല്ലേ? 1946 ഡിസംബർ 6. ഞാൻ പറഞ്ഞു പോവാം, നിങ്ങൾ ഉത്തരം പറ. ഓക്കെ, ഞാൻ പറയാം, നിങ്ങൾ ഉത്തരം പറയട്ടോ. ഡിസംബർ 6 രൂപീകൃതമായി. അപ്പൊ എപ്പോഴാണ് ആദ്യ സമ്മേളനം നടന്നത്? കിട്ടിയോ? ആദ്യ സമ്മേളനം നടന്ന ദിവസം? അതെ, കിട്ടി. ഡിസംബർ 9 ആദ്യ സമ്മേളനം നടന്നത്. ഇപ്പൊ കിട്ടണില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ കിട്ടും. പിന്നെ ഇങ്ങനെ വായിച്ച് അല്ലെങ്കിൽ ഒന്നും ഇങ്ങനെ മനസ്സിലാക്കി നല്ല പോസിറ്റീവ് എനർജിയിൽ എപ്പോഴും പഠിച്ചാൽ മതി. ഓക്കെ, അല്ലാതെ ഇങ്ങനെ നെഗറ്റീവ് മൈൻഡൊക്കെ വെച്ച് പഠിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഒന്നും ഓർമ്മ നിൽക്കാതെയൊക്കെ വരുന്നത്. എപ്പോഴും ഓർമ്മ നിൽക്കുന്നില്ല, പഠിച്ച കാര്യമൊന്നും ഓർമ്മ നിൽക്കുന്നില്ല, വർഷങ്ങൾ ഓർമ്മ നിൽക്കുന്നില്ല, ഇങ്ങനെയൊക്കെ മെസ്സേജ് വരുന്നുണ്ട്. വർഷങ്ങളൊക്കെ ഓർമ്മ നിൽക്കും. വർഷങ്ങളൊക്കെ സിമ്പിൾ ആണ്. നമ്മൾ വർഷങ്ങളുടെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ ഒരുപാട് ആളുകൾ കമന്റ് ഇട്ടല്ലോ, ഇപ്പൊ വർഷങ്ങളൊന്നും മറന്നു പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഉപകാരപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ വർഷങ്ങളുടെ ക്ലാസ് ഒക്കെ കാണാത്തവരാണെങ്കിൽ കാണുക. വർഷങ്ങളൊക്കെ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പഠിച്ച് അപ്പൊ തന്നെ പഠിക്കാനുള്ളൂ. ക്ലാസ് ആകെ 40 മിനിറ്റേ ഉള്ളൂ. അതിൽ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വർഷങ്ങൾ, അതായത് പ്രധാനപ്പെട്ട എല്ലാ വർഷങ്ങളും ഞാൻ അവിടെ തന്നെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ഡിസംബർ 6 ഇപ്പൊ തന്നെ നോക്ക്. ഇപ്പൊ നിങ്ങൾ പഠിച്ചില്ലേ? ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡിസംബർ 9 ആദ്യ സമ്മേളനം നടന്നു നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവിടെ എത്ര ആളുകൾ പങ്കെടുത്തു എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എത്രയാണ്? 207
ആളുകളാണ് നിങ്ങൾ പഠിച്ചു. ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ആരെന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. അദ്ദേഹമാണ് എന്തറിയപ്പെടുന്നത്? ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതെന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡിസംബർ 11 എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആരാണ്? താൽക്കാലിക അധ്യക്ഷൻ മാറി സ്ഥിര അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വന്നു. നെഹ്റു എപ്പോഴാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതെന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡിസംബർ 13 അത് പിന്നീട് എപ്പോഴാണ് അംഗീകരിച്ചത്? അടുത്ത വർഷം 1947 ജനുവരി 22 ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചു അതായത് ആമുഖത്തിന്റെ ശില്പി ആരാന്ന് പഠിച്ചു. എന്താണ്? ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത്. അപ്പോൾ ഈ ആമുഖത്തിന്റെ ശില്പി ആര് തന്നെയാവും? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച നെഹ്റു തന്നെയാണ് ആമുഖത്തിന്റെ ശില്പി. അത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു തരട്ടെ. കുറച്ച് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി. അതായത് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാന്ന് ചോദ്യം വരും. അതാരാണ്? MN റോയ് ആണ് കേട്ടോ. MN റോയ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് MN റോയ്. പഠിച്ചിട്ട് പോണേ. MN റോയ് ആണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ഒരു പത്രമുണ്ട്, ദി ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെയാണ് അദ്ദേഹം ഇത് ആവശ്യപ്പെട്ടത്. MN റോയ് ആണ് ഇന്ത്യക്ക്. അപ്പൊ ആലോചിച്ചാൽ മതി. കാരണം ബാക്കി രാജ്യങ്ങൾക്കൊക്കെ, ബാക്കി ചുറ്റുമുള്ള രാജ്യങ്ങൾക്കൊക്കെ ഭരണഘടന ഉണ്ട്, എന്റെ രാജ്യത്തിന് മാത്രം ഭരണഘടന ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? അദ്ദേഹത്തിന്റെ മനം ഒന്ന് നോവും. അപ്പൊ മനം നൊന്ത്, MN എന്താണ്? മനം നൊന്ത്. മനം നൊന്ത് റോയ് പറയാണ്, എനിക്കും എന്റെ രാജ്യത്തിനും ഒരു ഭരണഘടന വേണം. ഓക്കെ, അപ്പൊ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യം പറഞ്ഞത് ആരാണ്? MN റോയ് ആണ്. ഇനി ചോദ്യം വരും, ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യം പറഞ്ഞ പാർട്ടി ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? സ്വരാജ് പാർട്ടിയാണ് കേട്ടോ. സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി. ഓക്കെ, സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട പാർട്ടി. സ്വരാജ് പാർട്ടിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല, സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത്. സ്വരാജ് പാർട്ടിയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല. എന്തായാലും ഓപ്ഷനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവും. സ്വരാജ് പാർട്ടിയാണ് ആവശ്യപ്പെട്ടത്. അപ്പൊ എപ്പോഴാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടത് 1937 ഫൈസാപൂർ സമ്മേളനത്തിലാണ്. ഫൈസാപൂർ സമ്മേളനത്തിലാണ് എന്ത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന് ഔദ്യോഗികമായ ആശയം മുന്നോട്ട് വെച്ചത്. ആവശ്യപ്പെട്ടത് എപ്പോഴാണ്? 1937 ഫൈസാപൂർ സമ്മേളനം. അപ്പൊ എന്തൊക്കെ പഠിച്ചു? ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യം പറഞ്ഞ വ്യക്തി ആരാണ്? റിപ്പീറ്റ് ചെയ്ത് പോയിക്കോ. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യം പറഞ്ഞ വ്യക്തി ആരാണ്? MN റോയ് ആണ് അല്ലെ. ആദ്യം പറഞ്ഞ പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. എപ്പോഴാണ് INC ആവശ്യപ്പെട്ടത്? 1937 ഫൈസാപൂർ സമ്മേളനത്തിലാണ്. അപ്പൊ ആരാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യം പറഞ്ഞത്? MN റോയ് ആണ്. ആരാണ്? MN റോയ് ആണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ചത്. ആദ്യം പറഞ്ഞ പാർട്ടി ഏതാണ്? ആദ്യം ഈ ആവശ്യം മുന്നോട്ട് വെച്ച പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. INC എപ്പോഴാണ് ആവശ്യപ്പെട്ടത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എപ്പോഴാണ് ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചപ്പോഴാണ് 1937 ഫൈസാപൂർ സമ്മേളനത്തിൽ. 1937 ഫൈസാപൂർ സമ്മേളനം. ഈ ഫൈസാപൂർ സമ്മേളനത്തിൽ ഒരു പ്രത്യേകത ഉണ്ട്. ആദ്യ ഗ്രാമ സമ്മേളനം എന്ന് അറിയപ്പെടുന്നത് ഈ ഫൈസാപൂർ സമ്മേളനമാണ്. അപ്പൊ അതും കൂടെ ഒന്ന് പഠിച്ചു പോകും. ആദ്യ ഗ്രാമ സമ്മേളനമാണ് ഫൈസാപൂർ സമ്മേളനം. ഇത് ബേസിക് ആണ്, ബേസിക് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ചത് MN റോയ് ആണ്. ആദ്യം ആവശ്യപ്പെട്ട പാർട്ടി സ്വരാജ് പാർട്ടിയാണ്. INC ആവശ്യപ്പെട്ടത് 1937 ഫൈസാപൂർ സമ്മേളനത്തിലാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി അല്ലെങ്കിൽ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? BR അംബേദ്കർ ആണ് അല്ലെ. ഡോക്ടർ ഭീം റാവു അംബേദ്കർ. ഓക്കെ, ഡോക്ടർ ഭീം റാവു അംബേദ്കർ ആണ്. ഡോക്ടർ ഭീംറാവു അംബേദ്കർ ആണ് ഇന്ത്യക്ക്, അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി അല്ലെങ്കിൽ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇതൊക്കെ എപ്പോഴും കേട്ടിട്ടുള്ളതാണ് അല്ലെ. ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്. ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്? ഡോക്ടർ ഭീംറാവു അംബേദ്കർ അല്ലെങ്കിൽ ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, അപ്പൊ ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ചത് അംബേദ്കർ അല്ല. ആരാണ്? MN റോയ് ആണ്. ആദ്യം ആവശ്യപ്പെട്ട പാർട്ടി INC അല്ല. ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. INC ആവശ്യപ്പെട്ടത് എപ്പോഴാണ്? 1937 ഫൈസാപൂർ സമ്മേളനത്തിലാണ്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ നമ്മൾ പഠിച്ച ഡേറ്റ് ഒക്കെ ഓർമ്മയുണ്ടോ? ഡേറ്റ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഭരണഘടനാ നിർമ്മാണ സമിതി എപ്പോഴാണ് രൂപീകൃതമായത്? 1946 രൂപീകൃതമായ ഡേറ്റ് എന്ന് പറ. ഡിസംബർ 6 രൂപീകൃതമായത്. പിന്നെ എന്തുണ്ടായി? ആദ്യ സമ്മേളനം നടന്നു. അതെപ്പോഴാണ്? ഡിസംബർ 9 ഈ സമ്മേളനത്തിൽ എത്ര ആളുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു? 207 ആളുകളാണ്. 209 തന്നത് തെറ്റാണ്, ഓർത്തു വെക്കുമല്ലോ. 207 ആളുകളാണ്. അപ്പൊ 9-ാം തീയതിയാണ് നടന്നത്. അപ്പൊ 9 2ഉം 7ഉം കൂട്ടിയാലാണ് 9. അപ്പൊ 207 അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചോ. 2ഉം 9ഉം കൂട്ടിയ 7 അല്ല, 2ഉം 9ഉം കൂട്ടിയ 9 അല്ല. ഓക്കെ,
അപ്പൊ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക. 207 ആളുകളാണ് പങ്കെടുത്തത്. അതിൽ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? അതായത് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ആദ്യ സ്ഥിര അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അപ്പൊ സച്ചിദാനന്ദ സിൻഹ ആദ്യ സ്ഥിര അധ്യക്ഷനായിട്ട് രാജേന്ദ്ര പ്രസാദ് ചുമതലയേറ്റത് എപ്പോഴാണ്? ഡിസംബർ 11 അല്ലെ? ഡിസംബർ 11. പിന്നെ ഡിസംബർ 13 എന്തോ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കി പറയും എന്താണ് ഡിസംബർ 13 ഉണ്ടായത്? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് അല്ലെ? ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? ഭരണഘടനയുടെ ആമുഖമായി മാറിയത് നമ്മൾ പഠിച്ചു. അപ്പൊ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ്? നെഹ്റു ആണ്. ഭരണഘടനയുടെ ശില്പി ആരാണ്? BR അംബേദ്കർ ആണ്. ഭരണഘടന വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് ആരാണ്? MN റോയ് ആണ്. മനം നൊന്തിട്ട് റോയ് പറയാണ് ഞങ്ങളുടെ ഇന്ത്യക്കും ഒരു ഭരണഘടന വേണം. ആദ്യം ആവശ്യപ്പെട്ട പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. INC ആവശ്യപ്പെട്ടത് എപ്പോഴാണ്? അത് 1937 ഫൈസാപൂർ സമ്മേളനത്തിലാണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് നമ്മൾ പഠിച്ചു ഡിസംബർ 13. അടുത്ത വർഷം 1947 ജനുവരി 22 എന്തുണ്ടായത്? ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത്? ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്. ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ പഠിച്ചു പോയില്ലേ? ഇതും പഠിച്ചു, ഭരണഘടനയുടെ പിതാവ് പഠിച്ചു, ആമുഖത്തിന്റെ ശില്പി പഠിച്ചു, പിന്നെ ഭരണഘടന വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് ആരാന്ന് പഠിച്ചു, ആദ്യം ആവശ്യപ്പെട്ട പാർട്ടി ഏതാന്ന് പഠിച്ചു, INC എപ്പോഴാണ് ആവശ്യപ്പെട്ടതെന്നൊക്കെ നമ്മൾ പഠിച്ചു. ക്ലിയർ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം കേട്ടോ. അടുത്തത് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവർ നമ്മൾ പഠിച്ചതാണ്. 207 ആളുകളാണ്. ഇതൊന്നും ഡൗട്ട് ഉണ്ടാവില്ല അല്ലെ? ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാണ്? ഡിസംബർ 9 അല്ലെ? 207 2+7 ഓക്കെ. ഡിസംബർ 9 ആദ്യ സമ്മേളനം നടന്നത്. ഇനി സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? JB കൃപലാനിയാണ് കേട്ടോ. JB കൃപലാനിയാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. സഭയെ ഭരണഘടനാ നിർമ്മാണ സമിതിയെ ആദ്യം അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആരാണ്? JB കൃപലാനി. JB കൃപലാനി. JB കൃപലാനി. JB കൃപലാനിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത്. ആരാണ്? JB കൃപലാനിയാണ്. JB കൃപലാനിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. ആരാണ്? JB കൃപലാനി. പഠിച്ചല്ലോ JB കൃപലാനി. ആക്റ്റീവ് മൈൻഡ് ഒക്കെ കയ്യിൽ നിന്ന് പോയ പോലല്ലേ? വേഗം പഠിച്ചോ. എന്താണ്? ആരാണ്? അതായത് ഭരണഘടനാ നിർമ്മാണ സമിതിയെ ആദ്യം അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആരാണ്? JB കൃപലാനി. ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? സച്ചിദാനന്ദ സിൻഹ. ആദ്യ സ്ഥിര അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇത്രയും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് അല്ലേ? അപ്പൊ ആദ്യം അഭിസംബോധന ചെയ്തത് ആരാന്ന് വെച്ചാൽ ആരാണ്? JB കൃപലാനി. ആരാണ്? JB കൃപലാനി. JB കൃപലാനി. നെഹ്റു ഓപ്ഷനിൽ ഉണ്ടാവുകയെ, ഗാന്ധിജി ഓപ്ഷനിൽ ഉണ്ടാവുകയെ, അംബേദ്കർ ഓപ്ഷനിൽ ഉണ്ടാവുകയെ. ആരാണ് ഉത്തരം? JB കൃപലാനിയാണ്. ആദ്യം അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആരാണ്? JB കൃപലാനി. ഓക്കെ. ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ നിങ്ങൾക്ക് കിട്ടും. ആദ്യ സ്ഥിര അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്നുള്ളതും നിങ്ങൾക്ക് കിട്ടും അല്ലെ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ആദ്യ സ്ഥിര അധ്യക്ഷൻ. സ്ഥിര അധ്യക്ഷൻ ചോദിച്ചാലാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഉപാധ്യക്ഷന്മാർ ആരൊക്കെയാണ്? HC മുഖർജി, VT കൃഷ്ണമാചാരി. ഇത് രണ്ടും ഒന്ന് പഠിച്ചു വെക്കുക. ഉപാധ്യക്ഷന്മാർ ആരൊക്കെയാണ്? HC മുഖർജി, VT കൃഷ്ണമാചാരി. HC മുഖർജി, VT കൃഷ്ണമാചാരി. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം അഭിസംബോധന ചെയ്തത് ആരാണ്? ആദ്യം അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആരാന്ന് ചോദിച്ചാൽ JB കൃപലാനി. JB കൃപലാനിയാണ് ആദ്യം അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അദ്ദേഹമാണ് എന്തറിയപ്പെടുന്നത്? ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്നത്. അതും നമ്മൾ പഠിച്ചു. ആദ്യ സ്ഥിര അധ്യക്ഷൻ ചോദിച്ച ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. എന്താണ് അദ്ദേഹം അറിയപ്പെടുന്നത്? അതും കൂടെ ഒന്ന് പഠിച്ചിട്ട് പോയിക്കോ. എന്തായാലും വന്നതല്ലേ. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത്. ആരാണ്? അതിർത്തി ഗാന്ധി. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ഞാൻ എപ്പോഴും പറഞ്ഞുതരും. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതായത് രണ്ട് ഖാൻമാരുടെ ഇടയിൽ ഒരു അതിർത്തിയാണ് ഈ അബ്ദുൽ ഗാഫർ എന്നുള്ളത്. അപ്പൊ ഈ പേര് വെച്ചിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിർത്തി ഗാന്ധി എന്ന് കണ്ട ഖാൻ, ഈ ഖാന്റെയും അതിർത്തിയാണ് അബ്ദുൽ ഗാഫർ. അങ്ങനെ കണക്ട് ചെയ്തൂടെ? അപ്പൊ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. മയ്യഴി ഗാന്ധി ആരാണ്? IK കുമാരൻ മാസ്റ്റർ ആണ് മയ്യഴി ഗാന്ധി. കേരള ഗാന്ധി ആരാണ്? ഇത് നോക്ക്. കേരള ഗാന്ധി അല്ലേ? കേരള. ഇനി ഈ കേരള ഗാന്ധി തെരാ പോയി കഴിഞ്ഞാൽ എന്താവും? ഇതൊക്കെ കേരള. അപ്പൊ കേരള ഗാന്ധി ചോദിച്ച കേളപ്പൻ. ഓക്കെ. കേളപ്പനാണ് കേരള ഗാന്ധി. അപ്പൊ കേരള ഗാന്ധിയിൽ ഇത് കേരള ഗാന്ധി, അത് കേരളപ്പനല്ല, ഇത് കേരള ഗാന്ധി. അതിലെ രാ പോയി കഴിഞ്ഞാൽ
എന്താവും? കേളപ്പനാവും, കേള എന്നാവും. കേരളത്തെ രാ പോയി കഴിഞ്ഞാൽ കേള എന്നാവും. അപ്പൊ കണക്ട് ചെയ്ത് പഠിക്കുക. കേരള ഗാന്ധി കെ കേളപ്പൻ, അതിർത്തി ഗാന്ധി ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ, ബീഹാർ ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി ഉപാധ്യക്ഷന്മാർ ആരൊക്കെയാണ്? HC മുഖർജി, BT കൃഷ്ണമാചാരി. ആദ്യം അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആരാണ്? JB കൃപലാനി. ക്ലിയർ അല്ലേ? JB കൃപലാനിയാണ് ആദ്യം അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. ക്ലിയർ ആയല്ലോ? അടുത്തത് ഇത് ഈ എണ്ണങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇവിടെ തന്നെ പഠിച്ചു പോകാം, ടെൻഷൻ അടിക്കൊന്നും വേണ്ട. സിമ്പിൾ ആയിട്ട് പഠിക്കാനുള്ള എണ്ണങ്ങളാണ്. അതായത് ആകെ അംഗസംഖ്യ എത്രയെന്ന് വെച്ചാൽ 389 അംഗങ്ങളാണ് ആകെ ഉണ്ടായിരുന്നത്. പിന്നെന്താണ് ഇവിടെ ഒരു 299ന്റെ കണക്ക്? അതെന്താ? അത് വിഭജനത്തിന് ശേഷം അതായത് വിഭജനത്തിന് ശേഷം എത്ര ആളുകളുണ്ടായിരുന്നു? കുറച്ചെണ്ണം അങ്ങോട്ട് പോയല്ലോ, അപ്പുറത്തേക്ക് പോയല്ലോ. അപ്പോ വിഭജനത്തിന് ശേഷമുള്ള എണ്ണമാണ് 299. ആകെ അംഗങ്ങൾ എത്രയെന്ന് മാത്രമാണ് ചോദ്യമെങ്കിൽ 389 ആണ്. വിഭജനത്തിന് ശേഷം ആകെ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 299. ഓക്കെ, അപ്പൊ ആകെ അംഗങ്ങൾ എത്രയാണ്? 389. ആകെ അംഗങ്ങൾ എത്രയാണ്? 389. ആകെ അംഗങ്ങൾ 389. ഇനി ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് 296 അംഗങ്ങളാണ് ആകെ ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് 296 ആളുകൾ ഉണ്ടായിരുന്നു. അത് പിന്നീട് എത്രയായി? 270 ആയി കുറഞ്ഞു. ഓക്കെ, ഇനി നാട്ടുരാജ്യങ്ങളിൽ നിന്നാണെങ്കിൽ 93 ഉണ്ടായിരുന്നത് 70 ആയി. ഓക്കെ, 93. ഇവിടെ 96 ഉണ്ടായിരുന്നത് 70 ആയി, ഇവിടെ 93 ഉണ്ടായത് 70 ആയി. 296 ഉണ്ടായിരുന്നത് 270 ആയി, 93 ഉണ്ടായത് 70 ആയി. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കണക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, അത് ക്ലിയർ ആയി. ഇനി ഇത് സിമ്പിൾ ആണ്. വനിതകൾ ടോട്ടൽ എത്ര വനിതകൾ ഉണ്ടായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആകെ വനിതകളുടെ എണ്ണം ചോദിച്ചാൽ അത് 17 ആണ് കേട്ടോ. 17 വനിതകളാണ് ആകെ ഉണ്ടായിരുന്നത്. ഇനി വിഭജനത്തിന് ശേഷം ചോദിക്കുകയാണെങ്കിൽ അത് എത്രയാണ്? 15 വനിതകളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, 2 ആൾക്കാർ പോയി, 2 വനിതകള് പോയി. കണക്ട് ചെയ്ത് വെക്കുക. മലയാളികൾ എത്രയെന്ന് ചോദിച്ചാൽ 17 ആണ്. മലയാളികൾ എവിടെയും പോയിട്ടില്ല, മലയാളികൾ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, 17 മലയാളികളാണ് ആകെ ഉണ്ടായിരുന്നത്. അതിൽ വിഭജനത്തിന് ശേഷം എത്രയെന്ന് ചോദിച്ചാലും ചിലപ്പോൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ചോദിക്കുകയൊക്കെ ചെയ്യും. കൺഫ്യൂഷൻ ആവരുത്, മലയാളികൾ എവിടെയും പോയിട്ടില്ല. അങ്ങനെ തന്നെ ആലോചിച്ച് വെച്ചോ. ഞാൻ പറഞ്ഞത് ഇപ്പൊ ചെവിയിലുണ്ടല്ലോ, മലയാളികൾ എന്താണ്? എവിടെയും പോയിട്ടില്ല. ഇനി എക്സാമിന് അഥവാ അങ്ങനെ കൺഫ്യൂഷൻ ആക്കാൻ ചോദ്യം വന്നാൽ ഞാൻ ഈ പറയുന്നത് ചെവിയിൽ വരണം, അതായത് തലയിൽ വരണം. ഓക്കെ, എന്താ ഞാൻ പറഞ്ഞത്? മലയാളികൾ എവിടെയും പോയിട്ടില്ല. മലയാളികൾ 17 ആളുകൾ വിഭജനത്തിന് മുമ്പ് ഉണ്ടായിരുന്നു, ശേഷം ഉണ്ടായിരുന്നു. മലയാളികൾ എവിടെയും പോയിട്ടില്ല. ഓക്കെ, അപ്പൊ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? ആകെ 389 അംഗങ്ങളാണ്. 389 അംഗങ്ങൾ പിന്നീട് എത്ര ആയിട്ട് കുറഞ്ഞു? 299. ആകെ അംഗങ്ങൾ എത്രയാണ്? 389 ഉണ്ടായിരുന്നു, 299 ആയി. 389 ഉണ്ടായിരുന്നത് 299 ആയി. ഇനി 296 ഉണ്ടായിരുന്നത് എത്രയായി? 70 ആയി. 296 ഉണ്ടായിരുന്നത്, അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 296 ആളുകൾ ഉണ്ടായിരുന്നത് 270 ആയി. പിന്നെ 93 നാട്ടുരാജ്യങ്ങളിൽ നിന്നും 93 ഉണ്ടായിരുന്നത് 70 ആയി. ക്ലിയർ അല്ലേ? രണ്ടും ക്ലിയർ ആണല്ലോ. 17 വനിതകൾ ഉണ്ടായിരുന്നതിൽ നിന്നും 2 വനിതകൾ പോയി 15 വനിതകളായി. ഓക്കെ, 17 വനിതകൾ ആദ്യം ഉണ്ടായിരുന്നു, അത് 15 വനിതകളായി. മലയാളികൾ എത്ര ഉണ്ട്? 17 മലയാളികൾ ഉണ്ട്. ഓക്കെ, മലയാളി വനിതകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ അത് 15 അല്ല, അല്ലെങ്കിൽ 17 അല്ല. എത്രയാണ്? 3 മലയാളി വനിതകളാണ് ഉണ്ടായിരുന്നത്. 3 ആണ് കേട്ടോ ഉത്തരം. കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി അവിടെ 15 ഉണ്ടാവും, 17 ഉണ്ടാവും. മലയാളികൾ എന്ന് പറഞ്ഞാൽ അതായത് മലയാളികൾ സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് മൊത്തം 17 എണ്ണം ഉണ്ട്. അതില് 3 എണ്ണം വനിതകളാണ്. മലയാളി വനിതകൾ 3 എണ്ണമാണ്. ശ്രദ്ധിച്ചു പഠിക്കണം. ആരൊക്കെയാണ്? പഠിച്ചു വെച്ചോ. അമ്മു സ്വാമിനാഥൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. ഓക്കെ, ആനി മസ്ക്രീൻ ആണ്. ഈ പേരിന് ഒരു പ്രത്യേകത ഉണ്ട്, കൺഫ്യൂഷൻ ആക്കാൻ പറ്റിയ ഒരു പേരാണ് ഈ ആനി മസ്ക്രീൻ. കാരണം എന്താ? ഓപ്ഷനിൽ ആരുണ്ടാവും? ആനി ബസന്റ് വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോ അമ്മു സ്വാമിനാഥൻ, ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്? 3 എണ്ണം എന്തൊക്കെ വരുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് തന്നെ പോകണം. ഓക്കെ, ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ നമ്മൾ പഠിച്ചു. പെത്വിക് ലോറൻസ്, AV അലക്സാണ്ടർ, സർ സ്റ്റെഫോർഡ് ക്രിപ്സ് നമ്മൾ പഠിച്ചു. ഇവിടെ എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. അങ്ങനെ 3 മലയാളി വനിതകളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, 3 മലയാളി വനിതകളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആകെ അംഗങ്ങൾ എത്രയാണ്? ആദ്യമാണെങ്കിൽ 389 ഉണ്ടായിരുന്നു, വിഭജനത്തിന് ശേഷം 299. ഓക്കെ, ഇനി ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 296 ഉണ്ടായിരുന്നത്, പിന്നെ 270. നാട്ടുരാജ്യങ്ങളിൽ നിന്നും 93 ഉണ്ടായിരുന്നത്, പിന്നെ
പിന്നെ 70. വനിതകൾ 17 ഉണ്ടായിരുന്നത് പിന്നെ 15. മലയാളികൾ 17 ഉണ്ടായിരുന്നത് പിന്നെയും 17. മലയാളികൾ എവിടെയും പോയിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ എണ്ണങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ കിട്ടിയില്ലേ? സെറ്റ് അല്ലേ? അടുത്തത് നോക്കാം. മലയാളി വനിതകൾ ഞാൻ പറഞ്ഞു, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. ഓപ്ഷനിൽ ആരുണ്ടാവും? ആനി ബസന്റ് ഉണ്ടാവും. ആനി മസ്ക്രീൻ ആണ് നമ്മുടെ ഉത്തരം. ആനി മസ്ക്രീൻ ആണ്. ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. ഒരു വട്ടം പറയാം. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. ഒരു വട്ടം കൂടെ. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ചെവിയിൽ ഇങ്ങനെ വന്നോളും കേട്ടോ. അത് അപ്പൊ അതിനാണ് പിന്നെയും പറയുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് തോന്നിക്കോളും. ഓക്കെ, ആ തോന്നലിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണേ. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. 3 മലയാളി വനിതകൾ. ഇനി ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പെത്വിക് ലോറൻസ്, AV അലക്സാണ്ടർ, സർ സ്റ്റെഫോർഡ് ക്രിസ്റ്റ്. പെത്വിക് ലോറൻസ്, AV അലക്സാണ്ടർ, സർ സ്റ്റെഫോർഡ് ക്രിസ്റ്റ്. 3 അംഗങ്ങളാണ് ഏതിലുണ്ടായിരുന്നത്? ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത്. സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിത ആരാണ്? ബീഗം ഐസ്വാസ് റസൂലാണ്. ബീഗം ഐസ്വാസ് റസൂലാണ് സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിത. ഏക മുസ്ലിം വനിതയാണ് ബീഗം ഐസ്വാസ് റസൂൽ. ബീഗം ഐസ്വാസ് റസൂൽ. ബീഗം ഐസ്വാസ് റസൂൽ ആരാണ്? ബീഗം ഐസ്വാസ് റസൂലാണ് സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിത. ബീഗം ഐസ്വാസ് റസൂൽ. ഇനി ദളിത് വനിത, ഏക ദളിത് വനിത ആരാന്ന് വെച്ചാൽ നമ്മുടെ ദാക്ഷായണി വേലായുധനാണ് കേട്ടോ. നമ്മുടെ മലയാളി വനിതയായ ദാക്ഷായണി വേലായുധൻ ഏക ദളിത് വനിതയായിരുന്നു. ദാക്ഷായണി വേലായുധൻ ഏക മുസ്ലിം വനിതയാണ്. ബീഗം ഐസ്വാസ് റസൂൽ. ബീഗം ഐസ്വാസ് റസൂൽ. ആരൊക്കെയാണ് മലയാളി വനിതകൾ? ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. ഈ ദാക്ഷായണി വേലായുധനാണ് ഏക ദളിത് വനിത. ഏക മുസ്ലിം വനിത ബീഗം ഐസ്വാസ് റസൂൽ. ബീഗം ഐസ്വാസ് റസൂലാണ് ഏക മുസ്ലിം വനിത. ഏക മുസ്ലിം വനിത ആരാണ്? ബീഗം ഐസ്വാസ് റസൂൽ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ബീഗം ഐസ്വാസ് റസൂലാണ് ഏക മുസ്ലിം വനിത. ഓക്കെ, ഏക ദളിത് വനിത ആരാണ്? ദാക്ഷായണി വേലായുധൻ. ഇനി കണക്ട് ചെയ്യാൻ പറഞ്ഞുതരാം. ദളിത് വനിതയിൽ ഒരു ദാണ്ട്, ദാക്ഷായണിയിലും ഒരു ദാണ്ട്. കണക്ട് ചെയ്തോട്ടോ. അഥവാ പേര് കിട്ടിയില്ലെങ്കിൽ പറയാണ്. ഇനി ആ സമയത്ത് കണക്ഷൻ തപ്പി പോകാൻ നിൽക്കണ്ട. അഥവാ പേര് കിട്ടിയില്ലെങ്കിൽ മാത്രം ഇതൊന്ന് കണക്ട് ചെയ്യുക. ദാക്ഷായണി വേലായുധനിലും ദളിത് വനിതയിൽ രണ്ടിലും ദാണ്ട് എന്ന് കണക്ട് ചെയ്യുക. അപ്പൊ ദളിത് കണ്ട ദാ വെച്ചിട്ടുള്ള ആരോ ആണെന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. അപ്പോ ഭരണഘടനാ നിർമ്മാണ സഭയുടെ മുദ്രയായി തെരഞ്ഞെടുത്ത എന്താന്ന് വെച്ചാൽ ആനയാണ് കേട്ടോ. ആന. നമുക്ക് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണല്ലോ. അതായത് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാന്ന് ചോദിച്ചാലും ആനയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാന്ന് ചോദിച്ചാലും ആനയാണ്. ഓക്കെ, ആനയുടെ ശാസ്ത്രീയ നാമം എന്താണ്? എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. അതായത് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ഓക്കെ, എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നാണ് ആനയുടെ ശാസ്ത്രീയ നാമം. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഔദ്യോഗിക മുദ്രയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്താന്ന് ചോദിച്ചാൽ എന്താണ്? ആനയാണ്. ഏതാണ്? ആനയാണ്. ആനയാണ് നമ്മുടെ ദേശീയ മൃഗം. അതായത് ദേശീയ മൃഗം റോയൽ ബംഗാൾ കടുവയാണ്. കടുവയുടെ ശാസ്ത്രീയ നാമം പാന്തേര ടൈഗ്രിസ്. ടൈഗ്രിസ്, പാന്തേര ടൈഗ്രിസ്. നമ്മുടെ ദേശീയ പൈതൃക മൃഗമാണ് ആന. ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ക്ലിയർ അല്ലേ? പെർഫെക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ മുദ്രയായി തെരഞ്ഞെടുത്തത് ആനയാണ്. സഭയുടെ നിയമോപദേഷ്ടാവ് ചോദ്യം വരും. BN റാവു ആണ് കേട്ടോ. BN റാവു ആണ് സഭയുടെ നിയമോപദേഷ്ടാവ്. ഈ BN റാവു ആമുഖമായിട്ടൊരു ബന്ധമുണ്ട്. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയ്ക്ക്, അതായത് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യം പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ MN റോയ് ആണ്. രണ്ടാളുടെയും പേര് ഏകദേശം MN BN ഒക്കെ വരുന്നതുകൊണ്ട് കൺഫ്യൂഷൻ വരാറുണ്ട്. പഠിച്ചു വെച്ചോ. ഭരണഘടന എന്ന് പറഞ്ഞാൽ ബാക്കി രാജ്യത്തിനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്തിന് മാത്രമല്ല. അതുകൊണ്ട് മനം നൊന്ത് റോയ് പറയാണ്. അതൊക്കെ ഞാൻ കണക്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. മനം നൊന്ത് റോയ്. ഇവിടെ BN റാവു ആണ് എന്ത് പറഞ്ഞത്? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആദ്യമായി പറഞ്ഞത് ആരാണ്? BN റാവു ആണ്. അത് ഇവിടെ നിന്ന് പഠിച്ചു വെക്കുക. അപ്പൊ സഭയുടെ നിയമോപദേഷ്ടാവ് ആരാന്ന് ചോദിച്ചത് ആരാണ്? BN റാവു. ഓക്കെ, BN റാവു ആരാണ്? BN റാവു ആണ് സഭയുടെ നിയമോപദേഷ്ടാവ്. സഭയുടെ സെക്രട്ടറി ആരായിരുന്നു? HVR അയ്യങ്കാർ. ഇനി ആരാണ്? JB കൃപലാനി. സഭയെ ആദ്യം അഭിസംബോധന ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ അത് പഠിച്ചു വെക്കണേ. അത് ഇമ്പോർട്ടന്റ് ആണ്. JB കൃപലാനി. നിയമോപദേഷ്ടാവ് ആരാണ്? BN റാവു. സഭയിൽ അംഗമായ ഏക ദളിത് വനിത ആരാണ്? ഏക ദളിത് വനിത ദാക്ഷായണി വേലായുധൻ. ഏക മുസ്ലിം വനിത
ബീഗം ഐസ്വാസ് റസൂലാണ്. ബീഗം ഐസ്വാസ് റസൂൽ. എല്ലാം കിട്ടിയല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചതൊക്കെ കിട്ടിയില്ലേ? പെർഫെക്റ്റ് അല്ലേ? ഓക്കെ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചത് 1947 നവംബർ 17 നവംബർ 17 സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ എന്തായി മാറി? നിയമനിർമ്മാണ സഭയായി മാറി. എപ്പോഴാണ്? 1947 നവംബർ 17. 1947 നവംബർ 17. ഇമ്പോർട്ടന്റ് അല്ലേ? 1947 നവംബർ 17 എന്തായത്? ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയത്. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയ വർഷം എപ്പോഴാണ്? 1947 നവംബർ 17. 1947 നവംബർ 17. പെർഫെക്റ്റ് അല്ലേ? കിട്ടിയല്ലോ. ഓക്കെ. നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. സിമ്പിൾ ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റ്. എന്നാൽ നിയമനിർമ്മാണ സഭയുടെ സ്പീക്കർ ആരാണ്? GV മാവുലങ്കാർ. GV മാവുലങ്കാർ ആണ് ആദ്യ സ്പീക്കർ. ഓക്കെ. നിയമനിർമ്മാണ സഭയുടെ സ്പീക്കർ, അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ സ്പീക്കർ എന്നൊക്കെ ചോദ്യം വന്ന അല്ലെ, നമ്മുടെ ഇന്ത്യയുടെ ആദ്യ സ്പീക്കർ ആയിരുന്നൊക്കെ ചോദ്യം വന്ന, ലോക്സഭാ സ്പീക്കർ ആയിരുന്നൊക്കെ ചോദ്യം വന്ന ഏതാണ്? GV മാവുലങ്കാർ ആണ്. ഇത് എങ്ങനെ വേണേലും ചോദ്യം വരാം. അതായത് നിയമനിർമ്മാണ സഭയുടെ സ്പീക്കർ ആരാന്ന് ചോദിച്ചാലും GV മാവുലങ്കാർ, നമ്മുടെ ഇന്ത്യയുടെ ആദ്യ സ്പീക്കർ ആയിരുന്നൊക്കെ ചോദ്യം വന്നാലും ആരാണ്? GV മാവുലങ്കാർ. ഇത് പഠിച്ചു വെക്കണം. GV മാവുലങ്കാർ. ഓക്കെ. സ്പീക്കർ GV മാവുലങ്കാർ ആണ്. GV മാവുലങ്കാർ ആണ് സ്പീക്കർ. ക്ലിയർ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ സഭയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇനി അതായത് ഭരണഘടനാ നിർമ്മാണ സഭ നിയമനിർമ്മാണ സഭയായി മാറിയത് എപ്പോഴാണ്? 1947 നവംബർ 17. ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? പെർഫെക്റ്റ് ആണല്ലോ? അടുത്ത കാര്യം നോക്കാം. അടുത്തത് ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ അല്ലെ. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ദ്രവ്യത്തിനുള്ളത്? ആദ്യം അതൊന്ന് പഠിച്ചു വെക്ക്. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളുണ്ട്? ദ്രവ്യത്തിന് 7 അവസ്ഥകളാണുള്ളത് അല്ലെ. ദ്രവ്യത്തിന് 7 അവസ്ഥകളാണുള്ളത്. പുതിയതായിട്ട് 2 എണ്ണം കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ 9 അവസ്ഥകൾ എന്ന് വന്നാലും തെറ്റാവില്ല. ഓക്കെ. പക്ഷെ നമുക്കൊക്കെ തന്നിട്ടുള്ളത് ദ്രവ്യത്തിന് പ്രധാനമായും എത്ര അവസ്ഥകളുണ്ട് നമുക്ക് ചോദ്യം വന്നാൽ 7 ആണ് നമ്മുടെ ഉത്തരം വരിക. ഓക്കെ. എങ്ങനെയായിരിക്കും ചോദ്യം വരിക? ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥ ഏത് എന്നൊക്കെ പറഞ്ഞിട്ടാവും ചിലപ്പോൾ ചോദ്യം വരിക. അപ്പൊ ഓരോന്നും നമുക്ക് പഠിച്ചു വെക്കാം. ഓക്കെ. പഠിക്കാം. ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ. ആദ്യത്തെ ഏതാണ്? ദ്രവ്യത്തിന്റെ ആദ്യത്തെ അവസ്ഥ ഏതാണ്? ദ്രവ്യത്തിന്റെ ആദ്യത്തെ അവസ്ഥ മറ്റേതൊക്കെ സെറ്റ് ആയില്ലേ? ഭരണഘടനാ നിർമ്മാണ സഭയൊക്കെ സെറ്റ് ആയില്ലേ? ഓക്കെ. ഭരണഘടനാ നിർമ്മാണ സഭ സെറ്റാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ഡിസംബർ 6 ആദ്യ സമ്മേളനം ഡിസംബർ 9 താൽക്കാലിക അധ്യക്ഷന്മാർ സ്ഥിര അധ്യക്ഷനായത് ഡിസംബർ 11 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത് അടുത്ത വർഷം 1947 ജനുവരി 22 ഈ ലക്ഷ്യപ്രമേയം പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറി. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് MN റോയ് ആണ്. ഭരണഘടന വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഇനി INC ആവശ്യപ്പെട്ടത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1937 ഫൈസാപൂർ സമ്മേളനത്തിലാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ആമുഖത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനയുടെ ശില്പി ആരാണ്? അംബേദ്കർ ആണ്. ഇതൊക്കെ ക്ലിയർ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയതും നമ്മൾ പഠിച്ചു. എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ. ഇനി ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ ആദ്യം 4 എണ്ണം എന്തായാലും അറിഞ്ഞിരിക്കണം. അതായത് ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ഏതാണ് 4 എണ്ണം? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ഞാൻ ഒന്നും കൂടെ ഒന്ന് ആക്റ്റീവ് ആവട്ടെ. ഞാൻ വെള്ളം കുടിക്കട്ടെ കേട്ടോ. ഓക്കെ. അതായത് ദ്രവ്യത്തിന്റെ ആദ്യത്തെ 4 അവസ്ഥ ഏതാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ആദ്യത്തെ 3 എണ്ണം പഠിച്ചോ. ഖരം ആദ്യത്തേതാണ് ഖരം. രണ്ടാമത്തെ ഏതാണ്? ദ്രാവകം. മൂന്നാമത്തെ വാതകം. നാലാമത്തേണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇതിൽ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട പ്ലാസ്മ. ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. അപ്പൊ 1ാമത്തെ അവസ്ഥ ഏതാന്ന് ചോദിച്ചാൽ ഖരം, 2ാമത്തെ ഏതാന്ന് ചോദിച്ചാൽ ദ്രാവകം, 3ാമത്തെ ഏതാന്ന് ചോദിച്ചാൽ വാതകം, 4ാമത്തെ ഏതാന്ന് ചോദിച്ചാൽ പ്ലാസ്മ. 4 ക്ലിയർ അല്ലേ? ഇനി 5ാമത്തെ ഏതാണ്? ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് അല്ലെ. 5 ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റും 6 ഫെർമിയോണിക് കണ്ടൻസേറ്റും 7 ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ഓക്കെ. ഇനി റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് 7 എണ്ണവും സെറ്റ് ആവും. അതിനുശേഷം ഇതിന്റെ പോയിന്റ്സ് നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ. അപ്പൊ ആദ്യം എന്ത് പഠിക്കണം? ആദ്യം ഖരം. 2 ഏതാണ്? ദ്രാവകം. 3
വാതകം, 4 പ്ലാസ്മ, 5 ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ, പ്ലാസ്മ. കൂടവ ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ഒരു വട്ടം കൂടെ, ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. പഠിച്ചിട്ട് പോണേ, അതിനാണ് ഇത്രയും റിപ്പീറ്റ് ചെയ്യുന്നത്. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ, 3ാമത്തെ അവസ്ഥ വാതകം, 2ാമത്തെ ദ്രാവകം, 1ാമത്തെ ഖരം. ഓക്കെ, അപ്പൊ 1ാമത്തെ അവസ്ഥയാണ് ഖരം, 2 ദ്രാവകം, 3 വാതകം, 4 പ്ലാസ്മ. 5 ഏതാണ്? 5 ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ശാസ്ത്രജ്ഞന്മാരുടെ പേരിൽ അറിയപ്പെടുന്നതാണ് അല്ലെ, ബോസ് ഐൻസ്റ്റീൻ. ആരാണ്? സത്യേന്ദ്രനാഥ് ബോസും ആൽബർട്ട് ഐൻസ്റ്റീനും അവരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. പിന്നെ 6 ഫെർമിയോണിക് കണ്ടൻസേറ്റ്. 7 എന്താണ്? ക്വാർക്ക് ഗ്ലൂവോൺ, പ്ലാസ്മ. ഓക്കെ, അപ്പോ ഒന്നുകൂടെ, 1 ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ, പ്ലാസ്മ. കിട്ടിയല്ലോ, 7 കിട്ടിയല്ലോ. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ, പ്ലാസ്മ. 7 നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, പുതിയതായിട്ട് 2 കണ്ടെത്തിയിട്ടുണ്ട്, അതും നമുക്ക് പഠിക്കാം. ഓക്കെ, പുതിയതായി കണ്ടെത്തിയ ദ്രവ്യത്തിന്റെ അവസ്ഥകൾ ഏതൊക്കെയാണ്? ടൈം ക്രിസ്റ്റലും എക്സിറ്റോണിയവും. ഓക്കെ, എക്സിറ്റോണിയം, ടൈം ക്രിസ്റ്റൽ 2 പുതിയതായിട്ട് കണ്ടെത്തിയത്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, പുതിയതായിട്ട് കണ്ടെത്തിയത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് എന്നൊക്കെ ചോദ്യം വരും കേട്ടോ. ഏതൊക്കെയാണ്? ഒന്ന് ടൈം ക്രിസ്റ്റൽ, ഒന്ന് ടൈം ക്രിസ്റ്റൽ. പിന്നെ ഏതാണ്? എക്സിറ്റോണിയം, ടൈം ക്രിസ്റ്റൽ, എക്സിറ്റോണിയം, ടൈം ക്രിസ്റ്റൽ, എക്സിറ്റോണിയം, ടൈം ക്രിസ്റ്റൽ, എക്സിറ്റോണിയം, ടൈം ക്രിസ്റ്റൽ. അങ്ങനെ 2 പുതിയതായിട്ട് കണ്ടെത്തിയത്. ഓക്കെ, ഇനി പ്ലാസ്മ. നമുക്ക് ഈ പ്ലാസ്മയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. 4ാമത്തെ അവസ്ഥ, പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മയാണ് കേട്ടോ. പ്രപഞ്ചത്തിൽ. ഓക്കെ, പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ. സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ ഏതാന്ന് ചോദിച്ചാലും പ്ലാസ്മയാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയും പ്ലാസ്മയാണ്. സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയും പ്ലാസ്മയാണ്. സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും തിളക്കത്തിന് കാരണവും പ്ലാസ്മയാണ്. എന്താ? സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും തിളക്കത്തിന് കാരണവും ഏതാണ്? പ്ലാസ്മയാണ്. 3 പോയിന്റ്സ് കിട്ടിയല്ലോ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ. 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് പ്ലാസ്മ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും തിളക്കത്തിന് കാരണമായത് എന്തെന്ന് ചോദ്യം വന്നാലും പ്ലാസ്മ. ക്ലിയർ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഒന്നുകൂടെ, പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മ. സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ പ്ലാസ്മ. പിന്നെ സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും തിളക്കത്തിന് കാരണവും പ്ലാസ്മ. ഇനി ആ 7 ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. 1 ഖരം, 2 ദ്രാവകം, 3 വാതകം, 4 പ്ലാസ്മ, 5 ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, 6 ഫെർമിയോണിക് കണ്ടൻസേറ്റ്, 7 ക്വാർക്ക് ഗ്ലൂവോൺ, പ്ലാസ്മ. ഓക്കെ, ടൈം ക്രിസ്റ്റലും പിന്നെ ഏതാണ്? എക്സിറ്റോണിയവുമാണ് പുതിയതായി കണ്ടെത്തിയത്. ദ്രവ്യത്തിന്റെ പുതിയതായി കണ്ടെത്തിയ 2 അവസ്ഥകളാണ് ടൈം ക്രിസ്റ്റൽ, എക്സിറ്റോണിയം. ഓക്കെ, അപ്പോ പ്ലാസ്മയുടെ എത്ര പോയിന്റ്സ് അറിഞ്ഞു നോക്കണം? ഇനിയും ഉണ്ട്, നോക്കാം. വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥ, അതായത് വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥയാണ് ഏത്? പ്ലാസ്മ. കുറഞ്ഞ ഊഷ്മാവിൽ ഏതെന്ന് ചോദ്യം വരികയാണെങ്കിൽ അത് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ്. ഏറ്റവും കുറഞ്ഞ ഊഷ്മാവുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഏറ്റവും കൂടിയ ഊഷ്മാവ്, വളരെ ഉയർന്ന ഊഷ്മാവിൽ ഏതാന്ന് ചോദിച്ചാൽ അത് പ്ലാസ്മയാണ്. ഓക്കെ, ഉയർന്ന ഊഷ്മാവ് ആലോചിച്ച് നോക്ക്. സൂര്യനിലും നക്ഷത്രങ്ങളിലും കണക്ട് ചെയ്തൂടെ? സൂര്യനിൽ പറഞ്ഞാൽ തന്നെ ഉയർന്ന ഊഷ്മാവ് കണക്ട് ചെയ്യുക. അപ്പൊ സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത് എവിടെയാണ്? പ്ലാസ്മയിലാണ്. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ. മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ. മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ ഏതെന്ന് ചോദിച്ചാലും പ്ലാസ്മയാണ്. അപ്പൊ ഏറ്റവും ഊഷ്മാവ് കൂടിയത്, അങ്ങനെയൊക്കെ കണക്ട് ചെയ്യുക. ഊഷ്മാവ് കൂടിയത്, മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ, അതുപോലെ തന്നെ സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് കാണപ്പെടുന്ന അവസ്ഥ, സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും മിന്നിത്തിളക്കത്തിന് കാരണമാകുന്ന
ദ്രവ്യത്തിന്റെ അവസ്ഥ. ഇതൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാന്ന് ചോദിച്ചാലും പ്ലാസ്മയാണ്. ക്ലിയർ ആയല്ലോ? പെർഫെക്റ്റ് അല്ലേ? ഓക്കെ, നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് വരാം. അടുത്തത് നോക്കാം. അടുത്തത് ശാസ്ത്രജ്ഞരുടെ പേരിൽ അറിയപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, നമുക്ക് പേര് കേട്ടാൽ തന്നെ അറിയും. ബോസ്, ഐൻസ്റ്റീൻ. ആ ഐൻസ്റ്റീൻ കണ്ടറിയും. ഇനി ബോസ് കിട്ടിയില്ലെങ്കിലും ഐൻസ്റ്റീൻ കേട്ടാൽ നമുക്കറിയും. ബോസ് ആരാണ്? സത്യേന്ദ്രനാഥ് ബോസ് ആണ്. ഐൻസ്റ്റീൻ ആരാ? നമുക്കൊക്കെ അറിയാം. അതാരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് അല്ലെ? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അപ്പോ ഏതാണ്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് എന്ത്? ശാസ്ത്രജ്ഞന്മാരുടെ പേരിൽ അറിയപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ. ബോസ് ആരാണ്? സത്യേന്ദ്രനാഥ് ബോസും ഐൻസ്റ്റീന് ആൽബർട്ട് ഐൻസ്റ്റീനുമാണ്. ഓക്കെ, ഏറ്റവും കുറഞ്ഞ ഊഷ്മാവ് ഏതാണ്? ഞാൻ നേരത്തെ പറഞ്ഞു ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ്. ഓക്കെ, 6ാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. നമ്മൾ പഠിച്ചതാണ് അല്ലെ? ഫെർമിയോണിക് കണ്ടൻസേറ്റിലാണ് ഊഷ്മാവ് ഏറ്റവും കുറവ്. ദ്രവ്യത്തില് ഊഷ്മാവ് ഏറ്റവും കുറഞ്ഞ അവസ്ഥ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഏറ്റവും കൂടുതൽ എവിടെയാണ്? പ്ലാസ്മയാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാന്ന് ചോദിച്ചാലും പ്ലാസ്മയാണ്. സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് കാണപ്പെടുന്ന അവസ്ഥ ഏതാന്ന് ചോദിച്ചാലും പ്ലാസ്മയാണ്. ക്ലിയർ ആണ്? പെർഫെക്റ്റ് ആണ്? സെറ്റ് ആണ്? ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം എന്ന് അറിയപ്പെടുന്നത് ഇല്ലേ? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ നമ്മൾ എന്ത് പറയും? പിണ്ഡം എന്ന് പറയും. മാസ് അല്ലെ? മാസ് അല്ലെങ്കിൽ പിണ്ഡം എന്ന് പറയും. മാസ് അല്ലെങ്കിൽ പിണ്ഡം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം. ഓക്കെ, ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം അല്ലെ? ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണമാണ് ഫിക്സ് ബോസോൺ. ഫിക്സ് ബോസോൺ ദൈവകണം എന്നൊക്കെ അല്ലേ അറിയപ്പെടുന്നത് ഇല്ലേ? എവിടെ? ദൈവകണം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഫിക്സ് ബോസോൺ ആണ് ദൈവകണം എന്നറിയപ്പെടുന്നത്. അപ്പോ ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണമാണ് ഫിക്സ് ബോസോൺ. ഇതാണ് ദൈവകണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ദൈവകണം എന്നറിയപ്പെടുന്നത് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. ദൈവകണം എന്നറിയപ്പെടുന്നത് ഫിക്സ് ബോസോൺ ആണ്. ദൈവകണം എന്നറിയപ്പെടുന്നത് ഫിക്സ് ബോസോൺ ആണ്. അപ്പൊ ദ്രവ്യത്തിന്റെ 7 അവസ്ഥകൾ ഏതൊക്കെയാണ്? ഒന്നുകൂടെ പറ. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ, പ്ലാസ്മ. അങ്ങനെ 7 അവസ്ഥകൾ. ഓക്കെ, അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. അതിൽ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ എന്ന് എടുത്തു പഠിച്ചോ. 4ാമത്തെ അവസ്ഥ ഏതാണ്? ചിലപ്പോൾ ചോദ്യം വരും. 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. പ്ലാസ്മയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ. സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ. സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും മിന്നിത്തിളക്കത്തിന് കാരണമായ അല്ലെ തിളക്കത്തിന് കാരണമായ ദ്രവ്യത്തിന്റെ അവസ്ഥ എന്നും നമ്മൾ പഠിച്ചു. ഓക്കെ, പിന്നെ ഏറ്റവും ഊഷ്മാവ് കൂടുതലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥ അല്ലെ? ഏറ്റവും കൂടിയ ഊഷ്മാവിൽ സ്ഥിതി ചെയ്യുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതാണ്? അത് പ്ലാസ്മയാണ്. ഏറ്റവും കുറവ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ്. ഇനി ശാസ്ത്രജ്ഞന്മാരുടെ പേരിൽ അറിയപ്പെടുന്ന ഏതാണ്? ബോസ്, ഐൻസ്റ്റീൻ. ഓക്കെ, ആരൊക്കെയാണ്? ബോസ് ആരാണ്? സത്യേന്ദ്രനാഥ് ബോസും. ഐൻസ്റ്റീൻ ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീനുമാണ്. അതും നമ്മൾ പഠിച്ചു. ഓക്കെ, ഏറ്റവും കുറഞ്ഞ ഊഷ്മാവ് പഠിച്ചു വെക്കണേ. ഓക്കെ, പിന്നെ അളവ് എന്താണ്? പിണ്ഡം. അളവ് അറിയപ്പെടുന്നതാണ് പിണ്ഡം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അറിയപ്പെടുന്ന പേരാണ് പിണ്ഡം. എന്താണ് അറിയപ്പെടുന്നത്? പിണ്ഡം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം എന്ന് പറയുന്നത്. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഏതാണ്? ഫിക്സ് ബോസോൺ. അത് പഠിച്ചോ. ദൈവ കണം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഫിക്സ് ബോസോൺ ആണ്. അപ്പൊ എല്ലാ പോയിന്റ്സും റിപ്പീറ്റ് ചെയ്തല്ലോ. ഓക്കെ, വളരെ ഉയർന്ന ഊഷ്മാവുള്ള ദ്രവ്യത്തിൽ എത്തിച്ചേരുന്ന അവസ്ഥ പറഞ്ഞു. പിന്നെ തന്മാത്രകളെ ഏറ്റവും ക്രമരഹിതമായി, അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. തന്മാത്രകളെ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതെന്ന് ചോദ്യം വന്നാലും ഏതാണ്? തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതെന്ന് ചോദ്യം വന്ന ഏതാണ്? പ്ലാസ്മയാണ്. 4ാമത്തെ അവസ്ഥയായിട്ടുള്ള പ്ലാസ്മ. മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ. പിന്നെ സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് കാണപ്പെടുന്ന അവസ്ഥ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ. പുതിയതായി കണ്ടെത്തിയ 2 കിട്ടണം. ഏതൊക്കെയാണ്? ടൈം ക്രിസ്റ്റലും എക്സിറ്റോണിയവുമാണ് പുതിയതായി കണ്ടെത്തിയ 2 ദ്രവ്യത്തിന്റെ അവസ്ഥകൾ. ഏതൊക്കെയാണ്? ടൈം ക്രിസ്റ്റൽ, എക്സിറ്റോണിയം. ഏതൊക്കെയാണ്? ടൈം ക്രിസ്റ്റൽ, എക്സിറ്റോണിയം. ടൈം ക്രിസ്റ്റൽ, എക്സിറ്റോണിയം. ടൈം ക്രിസ്റ്റൽ, എക്സിറ്റോണിയം. ഒരു വട്ടം കൂടെ പറയോ. ടൈം ക്രിസ്റ്റൽ, എക്സിറ്റോണിയം. ദ്രവ്യത്തിന്റെ 7 അവസ്ഥകൾ നമുക്ക് ഒന്നുകൂടെ മെല്ലെ പറഞ്ഞു പോവാ. ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ, പ്ലാസ്മ. പുതിയതായി കണ്ടെത്തിയ 2 ഒന്ന് ടൈം ക്രിസ്റ്റൽ, പിന്നെ എക്സിറ്റോണിയം. അങ്ങനെ 2 പുതിയതായിട്ട് കണ്ടെത്തിയത്. പിന്നെ മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ നമ്മൾ പഠിച്ചു. ഏതാണ്? പ്ലാസ്മയാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയും പ്ലാസ്മയാണെന്ന് നമ്മൾ പഠിച്ചു. ഏറ്റവും ഊഷ്മാവ് കൂടിയത് ഏതിനാണ്? പ്ലാസ്മയാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ഏറ്റവും ഊഷ്മാവ് കുറഞ്ഞ ദ്രവ്യത്തിന്റെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചു. ശാസ്ത്രജ്ഞന്മാരുടെ പേരിൽ അറിയപ്പെടുന്നത് ഏതെന്ന് ചോദ്യം വന്ന ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇന്ന് എന്ത് പഠിച്ചിരുന്നു? ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലക്ഷ്യപ്രമേയം പഠിപ്പിക്കണം, ലക്ഷ്യപ്രമേയം പഠിക്കണം. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇത്രയും പോയിന്റ്സ് അല്ലേ ഇന്നത്തെ ക്ലാസ്സിലുള്ളൂ?
ഓക്കെ ആണ്. അപ്പോൾ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. ലക്ഷ്യപ്രമേയം ആരാണ്? ജവഹർലാൽ നെഹ്റു. ആമുഖം എഴുതി തയ്യാറാക്കിയത് അല്ലെ, ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാന്ന് ചോദിച്ചാലും ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്ത്, ഇതിന്റെ ഒപ്പം അതും കൂടെ ഒന്ന് പഠിച്ചിട്ട് പോവോ? ആമുഖം ഒരേ ഒരു തവണയാണ് ഭേദഗതി ചെയ്തത്, അത് 42ാം ഭേദഗതിയാണ്. ഈ 42ാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ആമുഖം ഒരേ ഒരു തവണയാണ് ഭേദഗതി ചെയ്തത്, അത് 42ാം ഭേദഗതിയാണ്. ചിലപ്പോൾ ചോദ്യം വരും 42ാം ഭേദഗതി ഏത് വർഷമായിരുന്നു എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. 4 + 2 4 + 2 എത്രയാണ്? 6 ആണ്. അപ്പൊ 1976 ആണ്. 6. ഓക്കെ, 4 + 2 ഇങ്ങനെ കണക്ട് ചെയ്യുക. ഇനി 44ാം ഭേദഗതി ഇങ്ങനെ സിമ്പിൾ ആണ്. 4 + 4 1978 8ആണ്. 4 + 4. അപ്പൊ അങ്ങനെ പഠിച്ചു വെക്കുക. ഓക്കെ, ആമുഖം ഒരേ ഒരു തവണയാണ് ഭേദഗതി ചെയ്തത്. എപ്പോഴാണ്? 42ാം ഭേദഗതി 1976. ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത അല്ലെ. ആമുഖം അതായത് ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത. ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ള ഒരേ ഒരു ഡേറ്റ് ഏതാണെന്ന് ചോദ്യം വരും. 1949 നവംബർ 26 ആണ്. എന്താണ് ഈ ഡേറ്റിന്റെ പ്രത്യേകത? 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ദിവസമാണ്. 1946 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1950 ജനുവരി 26 ആണ്. 1950 ജനുവരി 26 ഭരണഘടന. ഇതെന്താണ്? ഭരണഘടനാ ദിനം, നിയമദിനം എന്നൊക്കെ അറിയപ്പെടുന്നതും നവംബർ 26 ആണ് കേട്ടോ. 1949 നവംബർ 26 ഭരണഘടന അംഗീകരിച്ചത്. എപ്പോഴാണ്? 1949 നവംബർ 26 ഇതാണ് എന്തറിയപ്പെടുന്നത്? ഇന്ത്യയിൽ നിയമദിനം എന്നും ഭരണഘടനാ ദിനം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? നവംബർ 26 നവംബർ 26 മാത്രം. ഓക്കെ, 1949 നവംബർ 26 അംഗീകരിച്ചത്. പിന്നെ നമ്മൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ കുറച്ച് ഡേറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് വിട്ടുപോകരുത്. ഒന്ന് ഡിസംബർ 6, അതായത് 1946 ഡിസംബർ 6 രൂപീകൃതമായത്. ഡിസംബർ 9 ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 207 ആളുകളാണ്. ആദ്യ സമ്മേളനത്തിലെ താൽക്കാലിക അധ്യക്ഷൻ അല്ലെ, ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ആദ്യ സ്ഥിര അധ്യക്ഷൻ, അതായത് സച്ചിദാനന്ദ സിൻഹ മാറി ആദ്യ സ്ഥിര അധ്യക്ഷനായത് എന്നാണ്? ഡിസംബർ 11 സ്ഥിര അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അദ്ദേഹമാണ് എന്തറിയപ്പെടുന്നത്? ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ ആണ്. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണെന്നും നമ്മൾ പഠിച്ചു. ഓക്കെ, ബീഹാർ ഗാന്ധി ആരാണ്? ബീഹാർ ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഏകദേശം ക്ലിയർ ആയി. ഇനി 13ാം തീയതി ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് നമ്മൾ പഠിച്ചു. ഇതാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയതെന്ന് നമ്മൾ പഠിച്ചു. അതായത് ജനുവരി 22 1947 ജനുവരി 22 എന്ത് അംഗീകരിച്ചത്? അതായത് ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് അപ്പോഴാണ്? 1947 ജനുവരി 22 ഇത്രയും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ടല്ലോ. പഠിച്ച കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് തന്നെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ലേ? എല്ലാം നല്ല സിമ്പിൾ ആയിട്ട് തന്നെ പഠിച്ചു പോയില്ലേ? പിന്നെ എണ്ണങ്ങൾ നമ്മൾ പഠിച്ചു. 389 അതായത് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആകെ അംഗങ്ങളുടെ എണ്ണം 389 ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 207 ആളുകളാണ്. ഓക്കെ, ആകെ അംഗങ്ങളുടെ എണ്ണം 389, സ്വാതന്ത്ര്യത്തിന് ശേഷം 299. ഓക്കെ, ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും എത്രയാണ്? 296, പിന്നീട് അത് 297 നാട്ടുരാജ്യങ്ങളിൽ നിന്നും 93, പിന്നീട് അത് 70 അല്ലെ. 270 അവിടെയാണ് ആയത്. 296 270 ആയത്. അത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നാണ്. നാട്ടുരാജ്യങ്ങളിൽ നിന്നും 93 ഉണ്ടായിരുന്നത് 70 17 വനിതകൾ ഉണ്ടായിരുന്നു, അത് 15 കുറഞ്ഞു. 2 വനിതകൾ പോയി അല്ലെ. പിന്നെ മലയാളി വനിതകൾ എത്ര ഉണ്ട്? 3 മൊത്തത്തിൽ മലയാളികൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 17 മലയാളികൾ ഉണ്ടായിരുന്നു. മലയാളികൾ എങ്ങോട്ടും പോയിട്ടില്ല. അതിൽ 3 മലയാളി വനിതകൾ ഉണ്ടായിരുന്നു. ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. ഈ ദാക്ഷായണി വേലായുധനായിരുന്നു ആകെ ഉണ്ടായിരുന്ന ഒരു ദളിത് വനിത അല്ലെ. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ഒരു ദളിത് വനിതയാണ് ആര്? ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ നിർമ്മാണ സമിതിയെ ആദ്യം അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആരാന്ന് വെച്ചാൽ അത് പഠിച്ചു വെക്കണം. JB കൃപലാനിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയെ അഭിസംബോധന ചെയ്ത് ആദ്യം സംസാരിച്ചത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ അല്ലേ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പോയല്ലോ. ഇപ്പൊ തന്നെ പഠിച്ചു പോയില്ലേ? പഠിച്ചു കഴിഞ്ഞല്ലോ, ഇനി ആവശ്യമില്ലല്ലോ. ഇനി ആ സമയത്ത് ഒന്ന് റിവിഷൻ ചെയ്താൽ പോരെ. ഇപ്പൊ പഠിച്ച് പെർഫെക്റ്റ് ആയിട്ട് മനസ്സ് കയറിയിട്ടുണ്ടാവുമല്ലോ. എന്തെങ്കിലും ഡൗട്ട്
ഡൗട്ട് വന്നിട്ടുണ്ടോ, ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പിന്നെയും വായിച്ചിട്ടായാലും പഠിക്കുക, വായിച്ച് നോക്കുക. നമ്മൾ ഇതിന്റെ PDF നിങ്ങൾക്ക് തരുന്നതാണ്. ഇതിന്റെ എക്സാം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും ഉണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പൊ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി കയറും. ഞാൻ പഠിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. ഓരോ ദിവസവും ഞാൻ ഇമ്പ്രൂവ് ആവേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, അപ്പൊ ഓരോ ക്ലാസ് കഴിയുമ്പോൾ, ഓരോ ക്ലാസ് കണ്ട ശേഷം എപ്പോഴും എക്സാം അറ്റൻഡ് ചെയ്യുക. കാരണം ഒന്നും അറിയാതെ പോയിട്ട് എക്സാം എപ്പോഴും, അതായത് മോക്ക് ടെസ്റ്റ് എപ്പോഴും ഒന്നും അറിയാതെ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ മാക്സിമം പഠിച്ച കാര്യങ്ങൾ തന്നെ അറ്റൻഡ് ചെയ്യുക. അപ്പൊ അവിടെ അങ്ങനെ പച്ച കത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഒക്കെ എന്റെ മനസ്സിലുണ്ട്, എനിക്ക് നല്ല മാർക്ക് കിട്ടും എന്നുള്ള ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കയറും. ഓക്കെ, ഈ നെഗറ്റീവുകളൊക്കെ എപ്പോഴും മനസ്സിൽ നിന്ന് കളയട്ടെ. നെഗറ്റീവുകളൊക്കെ അത് കളയാന്ന് പറയാൻ ഭയങ്കര എളുപ്പമാവും നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും. എന്തായാലും അതൊക്കെ ഒഴിവാക്കുക. കാരണം ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആണ്. ഇന്ന് നിങ്ങൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങൾ അതിനൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് മനസ്സിൽ വരില്ല. ഓക്കെ, പിന്നീട് നിങ്ങൾ ഒരു ജോലി നേടി, നല്ലൊരു ജോലി നേടി, നല്ലൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി, ഓക്കെ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാണ്ടാവുള്ളൂ. ഓക്കെ, അത്രയും റെസ്പെക്ട് ഏൺ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ ഇതിനെ പറ്റിയൊക്കെ ആര് ചിന്തിക്കണം, പിന്നെ എന്ത് നമുക്ക് സങ്കടങ്ങൾ. ഓക്കെ, ഈ സങ്കടങ്ങളൊക്കെ നിങ്ങൾ മറക്കും. ഓക്കെ, സങ്കടങ്ങൾ, അതായത് ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്തിലെങ്കിലും എൻഗേജ് ആവണം. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പഠിക്കാനായാലും, എന്തെങ്കിലുമൊക്കെ കേട്ട് പഠിക്കാനോ അല്ലെങ്കിൽ വായിച്ച് പഠിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് എപ്പോഴും എൻഗേജ് ആവുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിച്ചിരിക്കാനോ സങ്കടപ്പെടാനോ ഒന്നും നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. നന്നായി തന്നെ പഠിക്കുക, നല്ല റാങ്കോട് കൂടി തന്നെ പാസ്സാവുക. ഓരോ ദിവസവും ഇത് മനസ്സിലുണ്ടാവണം, നല്ലൊരു റാങ്ക് വരണം എന്നുള്ളത്. ഈ ക്ലാസ്സിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാ ക്ലാസ്സിലും നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങൾ നല്ലൊരു റാങ്ക് തന്നെ വാങ്ങണം. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇപ്രാവശ്യത്തെ എക്സാമിന് ഞാൻ എന്തായാലും നല്ലൊരു റാങ്കോട് കൂടെ തന്നെ പാസ്സാവും അല്ലേ എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് സമയമൊക്കെ നിങ്ങൾക്ക് കിട്ടും. സമയമൊക്കെ നിങ്ങളായിട്ട് ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, സമയം നിങ്ങൾ എവിടെയൊക്കെ നിങ്ങൾക്ക് സമയം മാറ്റി വെക്കണം എന്നറിയാം. ഏതൊക്കെ സമയം മാറ്റി വെച്ചാൽ നന്നായി പഠിക്കാൻ പറ്റും എന്നറിയാം. ഏതാണ് ഏറ്റവും നല്ല സമയം എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ പഠിക്കുന്ന ഏറ്റവും നല്ല സമയം നിങ്ങൾക്കേ അറിയൂ. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും നല്ല സമയം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, പിന്നെ കിട്ടുന്ന സമയം ഏതെങ്കിലുമൊക്കെ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യും. എന്തെങ്കിലും പണിയില്ല, അതായത് എന്തൊക്കെ പണി എടുക്കുന്നതിന്റെ ഇടയിലാണെങ്കിലും നിങ്ങൾ കേട്ട് പഠിച്ചോ. നമ്മൾ അതിനാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് തന്നെയാണ്. അത് മാക്സിമം നിങ്ങൾ കേട്ടിട്ടെങ്കിലും പഠിച്ചു പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ എന്ത് പണിയിലാണെങ്കിലും നിങ്ങൾ പഠിച്ചോ. പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്തോ. കാരണം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അത് വാട്സ്ആപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോ. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ബാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഹോട്ട് ടോപ്പിക്സ്, LGS ഹോട്ട് ടോപ്പിക്സ് പർച്ചേസ് ചെയ്യാത്തവരാണെങ്കിൽ, അത് നിങ്ങൾ കമ്പനി ബോർഡ് LGSന് മാത്രമല്ല ഏതൊരു എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. ഏത് എക്സാമിനും നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ഒന്നാണ് നമ്മൾ LGSന് വേണ്ടി ചെയ്ത ഹോട്ട് ടോപ്പിക്സ്. 25 ക്ലാസ്സുകളാണുള്ളത്, 90-ലധികം ടോപ്പിക്കുകൾ ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഈ വാട്സ്ആപ്പ് ബാച്ച് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് നിങ്ങളെപ്പോലുള്ളവരാണ്. അതായത് ഈ വീട്ടമ്മമാരെയും ഈ ജോലിക്കടയിൽ പഠിക്കുന്ന, പുറത്ത് പല ജോലിക്കടയിലും പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ എനിക്കറിയാം എന്തൊക്കെ ജോലിക്കടയിൽ ഓട്ടിട്ട് പഠിക്കുന്ന ആളുകളടക്കം നമ്മുടെ ബാച്ചിലുണ്ട്. പക്ഷെ അതൊന്നും ഒരു കുറവല്ല. അവർ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ആ സമയത്തും അവർ ഹെഡ്സെറ്റ് വെച്ച് കേട്ട് പഠിക്കുന്നുണ്ട്. അവർ പറയാറുണ്ട് സാറിന്റെ ക്ലാസ് ആകുമ്പോൾ കേട്ടാ പഠിയുന്നുണ്ട്, കേട്ട് പഠിക്കാൻ നല്ലതാണ്. അപ്പൊ അത് എനിക്കൊരു പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾക്ക് ഇത് കേട്ട് പഠിയുന്നുണ്ടെങ്കിൽ ഞാൻ എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ കേട്ടിട്ടായാലും പഠിക്കാം. നിങ്ങൾ ഈ സാഹചര്യം കിട്ടുന്നില്ല, അങ്ങനെ ഈ നെഗറ്റീവ് ചിന്തകളെ മാറ്റി വെക്കുക. സാഹചര്യം നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ചെയ്യുക. സമയം നിങ്ങൾക്ക് കിട്ടും, അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ചെയ്യുക. എന്തൊക്കെ പണിക്കിടയിലായാലും നിങ്ങൾ പഠിക്കും. അത്രയും തവണ ഞാൻ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് തരുന്നുണ്ട്. പഠിക്കുക, നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഞാൻ പറയുന്നത് എന്റെ ക്ലാസ് തന്നെ കണ്ടു പഠിക്കുന്നത് ഞാൻ പറയുന്നില്ല. എന്റെ ക്ലാസ് നിങ്ങൾക്ക് നല്ല ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കണ്ടു പഠിക്കുക. എന്റെ ക്ലാസ് തന്നെ കാണുന്നത് ഞാൻ എവിടെയും പറയില്ല. ഏത് ക്ലാസ് ആണോ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്നത് ആ ക്ലാസ്സുകൾ കാണുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ക്ലാസ്സുകൾ ഇപ്പൊ തന്നെ കണ്ടു തുടങ്ങുക, ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, ആ സമയത്തേക്ക് അവസാനം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാന്ന് പറഞ്ഞിരിക്കരുത്. ഇപ്പൊ തന്നെ അങ്ങനെ തീർത്ത് പോയാൽ ആ സമയത്ത് സിമ്പിൾ ആയിട്ട് റിവിഷൻ ചെയ്താൽ മതിയാവും. അപ്പൊ മനസ്സിലാവും എത്രയോ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതൊരു മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴും മനസ്സിലാവും നല്ല രീതിയിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഞാൻ എന്റെ സമയം വേസ്റ്റ് ആയി പോയില്ല. ഓക്കെ, ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ സമയത്തിനെ നല്ല രീതിയിൽ എടുക്കുക, നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. ആദ്യത്തെ റാങ്കുകളിൽ, ആദ്യത്തെ 10-20 റാങ്കുകളിൽ നിങ്ങൾ ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. അത് നിങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും. അതിനുവേണ്ടി നിങ്ങൾ പഠിക്കുക, അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക, അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പോവുക. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അത് ഹെഡ്സെറ്റ് വെച്ച് കേട്ടാൽ തന്നെ നിങ്ങൾ പഠിച്ചോളും. ഓക്കെ, കേട്ടിട്ടായാലും പഠിച്ചു പോവാ. സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകരുത്. സമയം നിങ്ങൾക്ക് കിട്ടും. ഫുൾ പോസിറ്റീവ് എനർജി. സമയം എനിക്കുണ്ട്, എനിക്കതിനുള്ള സാഹചര്യം ഉണ്ട്. ഓക്കെ, എനിക്കതിനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊക്കെ പഠിക്കാനുള്ള സമയവും സാഹചര്യം ഒക്കെ എനിക്കുണ്ട്. എനിക്ക് ഉണ്ടാക്കാനും അതറിയാം. ഇങ്ങനെ ഒരു പോസിറ്റീവ് വൈബിൽ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റാങ്ക് കിട്ടും. ഞാൻ ആ ഒരു ഉറപ്പ് തരാം. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ, ഈ നെഗറ്റീവ് മൈൻഡ് ഒക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞ് ടൈമൊക്കെ സെറ്റാക്കി നിങ്ങളായിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ, പിന്നെ മാത്സിന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക.
മാത്സ് എപ്പോഴും വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, മാത്സ് ഇങ്ങനെ കേട്ട് പഠിച്ചാൽ പോരാ, മറ്റ് സബ്ജക്റ്റുകൾ പോലെയല്ല, നിങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓരോ പ്രോബ്ലംസും വർക്കൗട്ട് പറ്റുന്ന അത്രയും തവണ വർക്കൗട്ട് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയിട്ട് പോവുക. മാത്സിലും നല്ലൊരു മാർക്ക് വാങ്ങിയാൽ നിങ്ങൾ റാങ്ക് അത്രയും മേലേക്ക് എത്തുള്ളൂ. ഓക്കെ, മാത്സ് വിട്ട് കളയരുത് കേട്ടോ. പിന്നെ കറണ്ട് അഫയർസിന്റെ കാര്യം ഒന്നും ടെൻഷൻ ആവണ്ട, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയർ ഒക്കെ നമുക്ക് കൊണ്ടുവരാം കേട്ടോ. കറണ്ട് അഫയർ ഒക്കെ നമ്മൾ ക്ലാസ് ചെയ്യും, അവസാനം ആകുമ്പോൾ സെലക്ട് ചെയ്ത് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ തന്നെ തുടങ്ങണ്ടല്ലോ, എക്സാമിനോട് അടുക്കുമ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം. മുമ്പും നമ്മൾ LGSനും അങ്ങനെ തന്നെയാണല്ലോ ചെയ്തത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കറണ്ട് അഫയർ ഓരോ ദിവസത്തെയോ ഓരോ മാസത്തെയോ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ വായിച്ച് പഠിക്കരുത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ സംഭവങ്ങൾ കേന്ദ്രീകരിച്ച് പഠിക്കുക. ഇനി എന്റെ ക്ലാസ് തന്നെ കണ്ടിട്ടല്ലെങ്കിലും ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞാൻ എന്തായാലും സെലക്ട് ചെയ്യുന്നുണ്ട്, ഞാൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ് തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ പഠിക്കുക. വാട്സ്ആപ്പ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഹോട്ട് ടോപ്പിക്സ്, അത് വാട്സ്ആപ്പ് ബാച്ച് പോലെയല്ല. വാട്സ്ആപ്പ് ബാച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ അതായത് ഒരു ക്ലാസ് മാത്രമേ വാട്സ്ആപ്പ് ബാച്ചിലുള്ളൂ. അതും ഞാൻ പറഞ്ഞല്ലോ, ഈ വീട്ടമ്മമാരെയും അതുപോലെ തന്നെ ജോലിക്കടയിൽ പഠിക്കുന്ന ആളുകളെയൊക്കെ ഫോക്കസ് ചെയ്തതുകൊണ്ടാണ് ഒരു ക്ലാസ് മാത്രമാക്കിയത്. ഇവർക്കൊന്നും ഒരുപാട് സമയം മാറ്റി വെക്കാൻ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബാച്ചിനെ കൈകാര്യം ചെയ്തത്. ഡെയിലി ഒരു ക്ലാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ മുമ്പത്തെ ക്ലാസ് നിങ്ങൾക്ക് ഡെയിലി 2 ക്ലാസ് മാത്രം വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഒപ്പം തന്നെ എത്താൻ പറ്റും. ഓക്കെ, അപ്പൊ മുമ്പത്തെ ക്ലാസ്സും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഹോട്ട് ടോപ്പിക്സ് ഒരു എക്സാമിന് മാത്രമല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുക, അത് നിങ്ങൾക്ക് വാങ്ങിച്ചാലേ മനസ്സിലാവുള്ളൂ. ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾക്ക് എല്ലാ എക്സാമിനും, ഏത് എക്സാമിനും, നിങ്ങൾ PSCയുടെ ഏത് എക്സാമിന് പോകുമ്പോഴും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. 25 ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ. എപ്പോഴും നിങ്ങൾക്ക് ഇരുന്ന് കേൾക്കാം, എവിടെ പോകുമ്പോഴും കേൾക്കാം. നിങ്ങൾക്ക് ആപ്പിൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ അതിനും നമ്മൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. ക്ലാസ് ഒക്കെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. ആകെ ഇതിൽ നിന്ന് കിട്ടുന്ന നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവുന്നതാണ് എനിക്കറിയേണ്ടത്. ഓക്കെ, നിങ്ങൾ എത്രത്തോളം ഹാപ്പിയാണ്, അതായത് നിങ്ങൾക്ക് ഈ ക്ലാസ് എത്രത്തോളം യൂസ്ഫുൾ ആവുന്നുണ്ട്, എത്രത്തോളം പോസിറ്റിവിറ്റി നൽകുന്നുണ്ട് എനിക്കറിയണം. അതറിഞ്ഞാലേ നമുക്ക് ഇനിയും ക്ലാസ്സിൽ ഇനിയും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനുണ്ട്. ഇനിയും നന്നായിട്ട് ക്ലാസ് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും നന്നായിട്ട് തന്നെ ഞാൻ എടുത്തു പോകും. അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക, നല്ല രീതിയിൽ തന്നെ ക്ലാസ് കേട്ടിട്ടായാലും പഠിച്ചു പോവാം. പഠിക്കുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കി വെക്കുക. ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കേട്ടതിൽ എന്തോ ഒരു ഡൗട്ട് ഉണ്ട് പറഞ്ഞിട്ട് ബാക്ക് അടിച്ചിട്ടായാലും അത് കേട്ട് പെർഫെക്റ്റ് ആക്കിയിട്ട് പോവുക. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഇതുപോലെ മറ്റൊരു ക്ലാസ്സുമായിട്ട്, ഇതിലും നല്ലൊരു ക്ലാസ്സുമായിട്ട് വരാൻ സാധിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.